റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ മഹാസംഗമത്തിൻ്റെ ചെയർ, ഈ കുടുംബസംഗമത്തിൻ്റെ കാരണവർ കൂടിയായിട്ടുള്ള ഹംസ കുറ്റിപ്പുറം, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ സന്തത സഹചാരിയും പ്രിയപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലെ ഒരു നോട്ടറി അഡ്വക്കറ്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജാബിർ, മുഖ്യ രക്ഷാധികളായി ഇവിടെ കാണുന്ന കാരണവന്മാരായിട്ടുള്ള അലവി മുസ്ലിയാർ, അഹമ്മദ് കുട്ടി നീരടി സാഹിബ് തുടങ്ങിയിട്ടുള്ള കാരണവന്മാർ, അതോടൊപ്പം ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻമാരായിട്ടുള്ള അസൈനാർ നീരടി മുതൽ ഹംസ മരുതഞ്ചിറ മുതലുള്ള കാരണവന്മാർ, യുവാക്കൾ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വർക്കിംഗ് കൺവീനിയേഴ്സ്, ട്രഷറർ തുടങ്ങി ഈ കുടുംബത്തിലെ വളരെ പ്രധാനികളായിട്ടുള്ള സ്റ്റേജിലിരിക്കുന്ന കാരണവന്മാരെ, യുവാക്കളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, അതിലെല്ലാറ്റിലും ഉപരിയായി ഇന്നത്തെ ഈ സംഗമത്തിന് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുടുംബത്തിലെ കാരണവന്മാരും യുവാക്കളും യുവതികളും, പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രിയപ്പെട്ട സദസ്യരെ, വളരെ പ്രബലമായ പ്രമുഖമായ ഒരു കുടുംബമാണ് പുല്ലാട്ടിൽ കുടുംബസംഗമം. അതിൻ്റെ സംഗമമാണ് നടക്കുന്നത്. പുല്ലാട്ടിൽ കുടുംബം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന ഒരു കുടുംബമാണ്. 2-3 മുഖച്ഛായയാണ് നിങ്ങളുടെ കുടുംബത്തിനുള്ളത് എന്ന് ഈ ലിസ്റ്റ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന്, ഏകദേശം കേരളത്തിലെ പകുതിയോളം വരുന്ന ജില്ലകളിലും പിന്നെ ഗൂഡല്ലൂരിൻ്റെ പ്രദേശത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് പുല്ലാട്ടിൽ. രണ്ടാമത്തെ ഒരു സവിശേഷത, ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തുന്ന ഒരു പ്രക്രിയ കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു കുടുംബം കൂടിയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നത് മറ്റൊരു സവിശേഷതയാണ്. മൂന്നാമത്തെ സവിശേഷത ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു പത്രികയിലൂടെ, ബ്രിട്ടീഷുകാരോട് അന്ന് എതിരിട്ടതിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ചില ആളുകളെ നാടുകടത്തിയിട്ടുണ്ട് എന്നതുമാണ്. പിന്നെ മറ്റൊരു സവിശേഷത, നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ മതപരമായ കാര്യത്തിനു വേണ്ടി മുമ്പേ നേതൃത്വം കൊടുത്തവരും 3-4 മഹല്ലുകൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ പൂർത്തിയാക്കി അതിന് നേതൃത്വം കൊടുക്കുന്ന വക്താക്കളും എന്നതാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത, സമൂഹത്തിൽ ഏറ്റവും കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഭീമാകാരമായൊരു അസുഖമാണ് കിഡ്നി. കിഡ്നി പേഷ്യൻ്റായി മാറിക്കൊണ്ടിരിക്കുന്നതിലെ പേഷ്യൻസിനു വേണ്ടി ഇന്നിവിടെ മനോഹരമായി നിങ്ങളുടെ ഈ പുല്ലാട്ടിൽ കുടുംബം, പല കുടുംബത്തിലും അതിൻ്റെയൊക്കെ അവതരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്ന് 12 മണിക്ക് ശേഷം നിങ്ങളതിൻ്റെ മെഷീൻ്റെ കൈമാറ്റം തന്നെ നടത്തുന്നു എന്നത് കേരളത്തിൽ ആദ്യത്തെ ഒരു ചരിത്രമായി എൻ്റെ സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ് ഈ പുല്ലാട്ടിൽ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കുടുംബമാണ് ഈ കൂടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 കുടുംബം കൂടി ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഒന്ന്, നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിട്ട ആ വീട്ടിലുള്ള ആരൊക്കെയോ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ തിരസ്കരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അതോടൊപ്പം അവർ ചിലപ്പോൾ അമ്മായിമ്മമാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം കൂടി ഈ കൂട്ടത്തിലുണ്ട്. മറ്റൊരു കുടുംബം നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള മരുമക്കളായിട്ടുള്ള വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പെൺകുട്ടികളുമാണ്, അല്ലെങ്കിൽ അവരുടെ ബാക്കിക്കാരുമാണ്. ഇങ്ങനെ സത്യത്തിൽ 3 കൂട്ടരും കൂടി കൂടിയിട്ടാണ് ഈ ഇരിക്കുന്നത്. പുല്ലാട്ടിൽ കുടുംബത്തിനെ, ഞാൻ ഈ പ്രദേശത്തുകാരൻ തന്നെയാണ്. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്ററേ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും കേട്ടുവരുന്ന പ്രബലമായൊരു കുടുംബമായതുകൊണ്ട് പുല്ലാട്ടിൽ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും ഈ ഹാളിൻ്റെ ഉള്ളിൽ ചേർക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കുടുംബസംഗമമായി ഒട്ടുമിക്ക ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
എന്തിനാണ് നമ്മളൊരു കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ കുറേ നാളുകളായി ഇങ്ങനെ ഒന്നിച്ച് യാത്രകളും ഒന്നിച്ച് സംസാരങ്ങളും ഒന്നിച്ച് ആശയവിനിമയങ്ങൾ നടത്തുകയും രണ്ടുപേരും ചിലപ്പോൾ ഉത്തരത്തിലും ദക്ഷിണത്തിലുമാണെങ്കിൽ പോലും നല്ല കൂട്ടുകാരായി പോകുന്ന നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ജാബിർ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ തന്നെ നമുക്കറിയണ്ട കേട്ടോ, ഇവിടെ ഉണ്ട്, അവരിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ വന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകണം. മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ടുള്ള ഈ കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ആരോ വേണ്ടപ്പെട്ടവർ വന്നിട്ട് ആ കുട്ടിയെ പെട്ടെന്ന് അവരിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, റൈറ്റ്. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാണ്, ഈ കുട്ടികളുടെ പുല്ലാട്ടിൽ കുടുംബം ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്, അതും സമർത്ഥരായിട്ടുള്ള ആളുകൾ സംഘടിപ്പിച്ചതാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും ഇനി കൂടുന്നുണ്ടെങ്കിൽ അതെന്നാണ് നിങ്ങൾ തീരുമാനിക്കുക, ഇനി കൂടോ കൂടൂലേ എന്നുള്ളത്. ഏതായിരുന്നാലും കൂടുന്നുവെങ്കിൽ എൻ്റെ ഒരു ചെറിയ നിർദ്ദേശമാണ്, ചെറിയ കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ ഇട്ടിട്ട്, ഇവിടെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ഭാഗം, അവിടെ കിഡ്സ് ഗാലറി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ബലൂൺ പൊട്ടിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മത്സരങ്ങളോ ഒക്കെ വെച്ചിട്ട് വലിയ ചിലവില്ലാത്ത മത്സരങ്ങൾ കൊടുത്തിട്ട് ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ കുടുംബസംഗമങ്ങളിൽ അങ്ങനെ നടക്കാറില്ല, പക്ഷേ പുറത്തൊക്കെ പരിപാടികൾ ഞാൻ അങ്ങനെ കണ്ടുവരാറുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദറിൽ പുറത്തൊക്കെ പല രാജ്യങ്ങളിലും പോകുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ആ സദസ്സിൽ അങ്ങനെ ഉണ്ടാകാറില്ല. സാഗൂതം സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾ കേൾക്കാറുണ്ട്. കാരണം കുട്ടികളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റും. പക്ഷേ നമുക്ക് കുട്ടികളോട് കൂടുതൽ ഇഷ്ടമുണ്ടായതുകൊണ്ട് ഇന്ന് കുട്ടികളെ നമ്മൾ മടിയിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇരിക്കുന്ന എല്ലാ ആളുകളും കുറേ നേരമായി ഇരിക്കുന്നു. പ്രയാസമില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇയാളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുകയില്ല എങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നിന്നാൽ നന്നാവും. പ്രയാസമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രയാസമുള്ളവർ അവിടെ തന്നെ ഇരുന്നോളി. പ്രയാസമില്ലാത്തവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് നിന്നിട്ട്, കുറേ സമയമായി നമ്മൾ വന്നിട്ട് പക്ഷേ ചിലപ്പോൾ അടുത്ത ആളെ പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അടുത്ത ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ, 4 ഭാഗത്തേക്കൊന്ന് കൈ കൊടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഇതൊരു കൽപ്പനയൊന്നും അല്ല കേട്ടോ, നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ നിലക്ക് ഇപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും അപ്പുറത്തുള്ളവർക്കും ഒന്ന് കൈ കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പുറത്ത് മരുമോളുണ്ടാവും, ഇപ്പുറത്ത് അമ്മായിമ്മ ഉണ്ടാവും, ഇപ്പുറത്ത് വേറെയുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യമുള്ളവരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ. ആരായിരുന്നാലും ഇന്നത്തെ ദിവസത്തെ മാനിച്ചുകൊണ്ട് സുന്ദരമായി എല്ലാവർക്കും ഒന്ന് കൈ കൊടുക്കുക. നിങ്ങളൊക്കെ കൈ കൊടുക്കണവർ തന്നെയാണ്, ഞാൻ കൽപ്പിച്ചു നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ സുന്ദരമായി അങ്ങനെ ഒരു നിമിഷത്തെ നമുക്ക് എന്താക്കാം, നമുക്ക് നിർമ്മിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇനി ഒന്ന് ഇരുന്നോളി. ഞാൻ നിങ്ങളുടെ കുറേ സമയമായി നിങ്ങൾ സംസാരം കേട്ടുകൊണ്ടിരിക്കാവും. നിങ്ങൾ ഏകദേശം വന്നത് 9-9:30 മണിക്കൊക്കെ വന്നവരാണ്, അതിന് നേരത്തെ വന്നവരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ സമയം കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മടിയുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യിപ്പിച്ചത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. കണ്ട ആണുങ്ങൾ ഫുള്ള് സംസാരം നിർത്തി, നിങ്ങളെ കാര്യമാണ് കട്ടപ്പുക. പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഒരു അധ്യാപകൻ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് കുട്ടികളോട് പറയുമ്പോൾ, ഒരു പ്രഭാഷകൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് അയാളുടെ പരാജയമാണെന്നാണ്. ഒരിക്കലും അധ്യാപകൻ പറയാൻ പാടില്ലാത്ത വാക്കിൽപ്പെട്ട ഒന്നാണ് ഇവിടെ ശ്രദ്ധിക്കൂ എന്നത്. അയാളുടെ ക്ലാസ് കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കണം, അതിൻ്റെ ടാക്ടിക്സ് അയാൾ ഉപയോഗിക്കണം. അവിടെ ഞാൻ എന്തായാലും നിങ്ങളോട് ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയൂല, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങാൻ. കുടുംബസംഗമം എന്തിനാണ് നടത്തുന്നത്? ഇവിടെ ധാരാളം പണ്ഡിതന്മാരുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ കാരണവന്മാരുണ്ട്. അവരതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ആളുകൾ സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്, ഞാൻ ഈ കുടുംബത്തിൽ അംഗമല്ല, ചിലപ്പോൾ കെട്ടുബന്ധങ്ങളിലൂടെ ഈ കുടുംബത്തിൽ അംഗമായിരിക്കാം, ഞാനത് അന്വേഷിച്ച് പോയിട്ടില്ല. ഏതായിരുന്നാലും ശരി, എന്തിനാണ് നമ്മളിങ്ങനെ കൂടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കാറുണ്ട്, കുടുംബസംഗമത്തിൽ കുറേ പ്രസംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുടുംബസംഗമത്തിൽ എന്നും നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. പിന്നെയും എന്തിനാ കുടുംബസംഗമത്തിൽ ഒരു സംസാരം എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ചിലപ്പോഴൊക്കെ എന്നെ പല ആളുകളും ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോൾ ആരൊക്കെയോ പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ ഇത്തരം കുടുംബസംഗമങ്ങളിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. ആളുകൾ പറയാറുള്ളത് 1000-ലേറെ എന്നൊക്കെയാണ്, ഉണ്ടായിട്ടുണ്ടാവാം, എനിക്കറിഞ്ഞുകൂടാ.
ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും അതേപോലെ സ്കൂൾ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോവാറുണ്ട്. പക്ഷേ എന്തിനാണിത് കൂടുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു കുടുംബസംഗമം, ഞാൻ പറയുന്നു, ഒരു കല്യാണത്തിൻ്റെ ചിലവല്ല ഇതിനുണ്ടാവുക. ഇതിനൊക്കെ എത്രയോ ചിലവുകളാണ്. എത്ര മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടാകും. മേഖലാ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരിപാടികൾ നടന്നു. ഞാൻ ഈ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ, നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ രണ്ടും കൂടി ഒന്ന് കേട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ പ്രയത്നമുണ്ടായിട്ടുണ്ട്. നമ്മളിൽ പല ആൾക്കാരും ഇന്ന് ഒരുങ്ങിപ്പിടിച്ച് വന്നിട്ടുണ്ടാകും. നമ്മളിതിൻ്റെ പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതിന് വലിയ ചിലവാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കുടുംബസംഗമങ്ങളിൽ കൂടി. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തിനെ ഒറ്റ പ്രാവശ്യമേ കൂട്ടിയിട്ടുള്ളൂ. ഇവിടെ അഡ്വക്കേറ്റ് ജാബിർ എടുത്തിട്ടുള്ള അതേ റോൾ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൻ്റെ ജനറൽ കൺവീനർ എന്ന് പറയുന്ന ആ ഭാഗമായിരുന്നു. പക്ഷെ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇനി ഇത് നടത്തണോ നടത്തണ്ടേ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം സാമ്പത്തിക ചെലവ് തന്നെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അത്രയൊക്കെ ഉണ്ടാവുമെന്ന്, സാമ്പത്തിക ചെലവ് തന്നെ ഒരു 6-7 ലക്ഷം രൂപയായി. അതോടൊപ്പം തന്നെ നിങ്ങളുടേത് അതിലും കൂടും. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടേത് കൂടുമെന്ന് പറയാനുള്ള വലിയ കാരണം, നിങ്ങൾ ഇന്നിവിടെ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി ഒരു വലിയ ദൗത്യം കൂടി നടത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോകും. ഇത്രയൊക്കെ ചെലവുകൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് നമ്മൾ കുടുംബസംഗമം നടത്തുന്നത് എന്ന് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ കുടുംബസംഗമത്തെ എതിർക്കാറുണ്ട്, ചില ആളുകൾ പരമാവധി അനുകൂലിക്കാറുണ്ട്. ഞാനിതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുക്കാൻ നിൽക്കുന്നത്. ഞാനിതിനെ അനുകൂലിക്കാറുമുണ്ട്, ചിലപ്പോഴൊക്കെ എതിർക്കാറുമുണ്ട്. എതിർക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? നമ്മൾ നമ്മുടെ തറവാട്ട് മഹിമയെ മാത്രം പറഞ്ഞുകൊണ്ട് പിരിയലാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാ തറവാട്ടുകാരും എത്തിച്ചേരുന്നത് ഒരേ ഒരു മനുഷ്യനിലേക്കാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ്. അത് വേണ്ടി മാത്രം പറയലാണ് നമ്മുടെ ദൗത്യമെങ്കിൽ ഒരു പക്ഷേ അത് എതിർക്കപ്പെടേണ്ടതാകാം. പക്ഷേ ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാട്ടിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രദ്ധയുമായി, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല നീതീകരണത്തിൻ്റെയും അതേപോലെ തന്നെ ശാക്തീകരണത്തിൻ്റെയും ഭാഗമായി, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നല്ല പാരസ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുന്നത് എങ്കിൽ കുടുംബസംഗമം പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. രണ്ട് രീതിയിലാണ്. ഇതിൻ്റെ ലക്ഷ്യം തെറ്റിയാൽ എതിർക്കപ്പെടണം. എന്നാൽ ഇതിൻ്റെ ലക്ഷ്യം സമ്പൂർണ്ണമായാൽ അത് ഏറ്റവും നന്നായി ആദരിക്കപ്പെടേണ്ടതുമാണ്. ഇവിടെ നിങ്ങൾ ഈ പുല്ലാട്ടിൽ കുടുംബം എന്ന് കൂടുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇവിടെ ഈ ചുറ്റുപാടുകളിൽ എത്രയോ കിഡ്നി രോഗികളുണ്ട്. ആ കിഡ്നി രോഗികൾക്ക് അതിമനോഹരമായി ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി, അഥവാ അവരുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ നിലനിർത്താനോ വേണ്ടി നിങ്ങൾ സ്വന്തമായി ഒരു ഡയാലിസിസ് മെഷീൻ എന്ന് കൊടുക്കുകയാണ്. അതിനെൻ്റെ പ്രിയപ്പെട്ട ഈ പുല്ലാട്ടിൽ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട്, അതിൻ്റെ ഇൻട്രഡക്ഷൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബസംഗമം കൂട്ടുന്നത് കുടുംബത്തെ ഒന്നിപ്പിക്കാനായിരിക്കണം. കുടുംബത്തിൽ ചിലപ്പോഴൊക്കെ ഛിദ്രതകൾ വരാറുണ്ട്, ചിലപ്പോഴൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട്. അത് ചെറിയ വിഷയം മുതൽ വലിയ വിഷയം വരെ ആകാറുണ്ട്. ആ വിഷയങ്ങൾ ഇല്ലാതെയാകാനാണ് കുടുംബസംഗമം. ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ, ഇന്നും ഇവിടെ ഏതോ ഒരു മരുമകൾ വന്നിട്ടുണ്ടാകും, ഞാനിന്നില്ല, നിങ്ങളുടെ കുടുംബസംഗമമല്ലേ എന്ന് പറഞ്ഞവൾ. ഭർത്താവിനോട് കുടുംബസംഗമത്തിന് വിളിക്കുമ്പോൾ, നിങ്ങൾ പൊയ്ക്കോളി, എൻ്റെ കുടുംബസംഗമൊന്നല്ലല്ലോ, നിങ്ങളെ കുടുംബസംഗമല്ലേ എന്ന് പറഞ്ഞ ആരോ ഒരാൾ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല, മേ ബി ഉണ്ടായിട്ടുണ്ടാവാം. അതൊരു കുനിഷ്ടാണ്, അതൊരു കുശുമ്പാണ്. അങ്ങനെ കൊച്ചുകാര്യം മുതൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടൽ എപ്പോഴാണ്? ഭർത്താവ് ക്ഷണിക്കാണ്, ഇന്ന് നമ്മുടെ കുടുംബസംഗമാണ്. ആ സമയത്ത് അവൾ പറയാണെന്ത്, നിങ്ങൾ പൊയ്ക്കോളി, ഞാനില്ല. ഇതൊരു ഭർത്താവിനോട് ചെയ്യുന്ന വല്ലാത്തൊരു വഞ്ചനയാണ്. എന്താണെന്നറിയോ? ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതലായി കംപ്ലീറ്റ് സപ്പോർട്ടാണ്. എല്ലാ സപ്പോർട്ടും തനിക്ക് കിട്ടിയിരിക്കണം, നല്ല കാര്യത്തിനൊക്കെയും. അതാണ് ഒരു ഭർത്താവ് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഹിറാ ഗുഹയിൽ കയറിയ ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഹിറാ ഗുഹയിൽ കയറൽ അത് ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ഭാഗമല്ലെങ്കിൽ പോലും ഒരിക്കലെങ്കിലും അവിടെ കയറണമെന്നും ജബലുന്നൂറിൻ്റെ മുകളിലെത്തണമെന്നും ഹിറാ ഗുഹയിൽ ഒന്ന് കയറിയിരിക്കണമെന്ന് മോഹിക്കാത്തവർ മുസ്ലിം പക്ഷത്തുണ്ടാവുകയില്ല. കാരണം ആദ്യത്തെ ഖുർആന്റെ സൂക്തം ഇറങ്ങിയത് അവിടെയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടിയത് അവിടെ നിന്നാണ്. അതുകൊണ്ട് അതൊന്ന് കാണണമെന്ന് നമുക്ക് മോഹമുണ്ടാകും. പക്ഷേ കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടി അതിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് മരിച്ചുവത്രേ, പത്രത്തിലുണ്ടായിരുന്നു. കാരണം കാല് തന്നെയിട്ട് ഉയരങ്ങളിലേക്ക് കയറിപ്പോകണം. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ചെന്നിരിക്കുന്ന സമയത്ത്
അള്ളിപ്പിടിച്ച് മലമുകളിലൂടെ കയറിപ്പോയ ഒരു പാവം പെണ്ണുണ്ട്, ഒരു പാവം സഹധർമ്മിണിയുണ്ട്. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അന്ന് നിസ്കാരം ഫർളാക്കപ്പെട്ടിട്ടില്ല, നോമ്പും ഹജ്ജുമില്ല, ഒന്നും ഇല്ല, സക്കാത്തുമില്ല. ആ സമയത്ത് പാറമുകളിലൂടെ അള്ളിപ്പിടിച്ച് കയറുന്ന രംഗത്തിനെ വെറുതെയൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്ക്. ഭക്ഷണപ്പൊതി ഒന്ന് വെക്കും, എന്നിട്ട് പാറയിൽ കൈവച്ചുകൊണ്ട് കയറും, പിന്നെയും ഭക്ഷണപ്പൊതി വെക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് ഭക്ഷണപ്പൊതിയുമായി കയറിപ്പോയിരുന്നത്. അതുകൊണ്ടാണ് ഇനി ഖദീജക്ക് പകരം നിൽക്കാൻ ഈ ദുനിയാവിൽ ഒരു പെണ്ണിനും സാധിക്കുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ് സപ്പോർട്ട്. ഇതിൻ്റെ പേരാണ് പൂർണ്ണമായും ഒരു ഭർത്താവിന് സപ്പോർട്ടായി നിൽക്കുക. എത്ര ഇടങ്ങേറാകേണ്ടി വന്നാലും നല്ല കാര്യത്തിൽ കൂടെ നിൽക്കുക എന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സ്ത്രീകൾ അങ്ങനെ ആകാറുണ്ട്, ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റും ഉണ്ടാകാറുണ്ട്. അഥവാ ആണുങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ എന്നല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇന്നത്തെ ദിവസം ഏതോ ഒരു മകള് അഥവാ പുല്ലാട്ടിൽ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചയച്ച ഏതോ ഒരു മോള് അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കുടുംബസംഗമത്തിന് വരുമോ, ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുകയാണ്, നിങ്ങൾ എന്തായാലും വരണം, നിങ്ങളവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെ കുടുംബസംഗമല്ലേ, പൊയ്ക്കോ, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ മറ്റേതോ തറവാട്ടിലെ ആണും ഒരു പക്ഷേ ഉണ്ടാകാം ഈ കൂട്ടത്തിൽ. ഞാൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയല്ല. ഇതും ഒരു കുനിഷ്ടാണ്, ഇതും ഒരു കുശുമ്പാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഒരു കുടുംബം സംഗമിക്കുന്നത് യാദൃശ്ചികതയല്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സന്നാഹങ്ങൾ ഒരുക്കി അതിമനോഹരമായി കൂട്ടുമ്പോൾ അതിനോടൊന്ന് കൂടി യോജിച്ചു കൊടുക്കുക എന്നത്. ദാ ഈ പണ്ഡിതന്മാർ പലരും ഇവിടെ ഇരിക്കുന്നു. അവരൊരിക്കലും ഒരു പക്ഷേ ഇങ്ങനെയുള്ള സദസ്സുകളിൽ നേരിട്ട് ഇരിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ കുടുംബത്തിന് വേണ്ടി അവർ ഇരിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി കാരണവന്മാർ ഇരിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തിനാണ് നമ്മുടെ കുടുംബം ഒരുമിച്ച് കൂടേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ കുട്ടികളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ യുവാക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ മധ്യവയസ്കരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പിന്നെയോ പ്രായം ചെന്ന ആളുകളുമുണ്ട്. ഇവിടെ കാരണന്മാരിയ്ക്കുന്നു. നിങ്ങളുടെ ഒന്ന് നോക്കിയാട്ട് അവരെ ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്രയും സമയം സ്റ്റേജിലിരുന്നവർ അധിക പേർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേജിലിരുന്നു കൊണ്ട് നിങ്ങളെ നോക്കുകയാണ്. നിങ്ങളിൽ പല ആളുകളും ഇന്ന് ഇവിടെ കയറിയിരിക്കേണ്ടവരാണ്. ഇതായിരിക്കുന്ന പല ആണുങ്ങളും ഇന്ന് ഇവിടെ കയറിയിരിക്കേണ്ടവരാണ്. പക്ഷേ കുടുംബത്തിന് വേണ്ടി കുടുംബത്തെ മാനിച്ചുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെ സീറ്റിലിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, സമൂഹത്തിൽ ഇടപെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, സമൂഹത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവിടെ കയറിയിരിക്കാത്തത് കുടുംബത്തിൽ ഏറ്റവും ഉന്നതർ പ്രായം ചെന്നവരാണ് എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അഥവാ നമ്മുടെ കാരണവന്മാർ ഇന്ന് സന്തോഷിക്കട്ടെ. നമ്മളെത്ര പ്രഗത്ഭനായാലും നമ്മളെത്ര പ്രശസ്തനായാലും ഇന്ന് ഞാൻ താഴത്തിരിക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ കാരണവന്മാർ, എൻ്റെ കുടുംബത്തിലെ മുതിർന്നവർ ഇന്ന് ഈ കുടുംബത്തിനെ നിയന്ത്രിക്കട്ടെ എന്ന് നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ടാണ് പല ആളുകളും ഇവിടെ വിരിക്കുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സാമ്പത്തികപരമായ കാര്യം, സാമൂഹികപരമായ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഫോർ വാട്ട് പർപ്പസ്? ഇതെന്തിനു വേണ്ടിയാണ്? ഇതെന്തിനു വേണ്ടിയാണ്? നമ്പർ വൺ നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാവുക എന്നതാണ്. സ്നേഹവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ മൂല്യമുണ്ടാകൽ നിർബന്ധമാണ്. മൂല്യമില്ലാത്ത ഒരു കുടുംബത്തിലും സന്തോഷമുണ്ടാവുകയില്ല എന്ന് എത്രയോ തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തിനാ ഈ മൂല്യം? എഡ്യൂക്കേഷൻ്റെ മെത്തഡോളജി പോലും, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലും മാർക്കിന് 3-ാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ. എല്ലാ മക്കളെ പഠിപ്പിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കിന് 3-ാം സ്ഥാനമേ ഉള്ളൂ. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്കിൽസാണ്, കഴിവുകളാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വാല്യൂസാണ്. ഇപ്പം നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷനാണ് സിവിൽ സർവീസ്. IAS-ഉം IFS-ഉം IPS ഒക്കെ ആ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇൻ്റർവ്യൂവിലേക്ക് കടക്കുമ്പോൾ അവന് മാർക്കുണ്ടാകും, നല്ല കഴിവുണ്ടാകും, പക്ഷെ വ്യക്തിയെ പഠിക്കും. ആ വ്യക്തിക്ക് ക്രിമിനൽ കേസുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് വേറെ ഏതെങ്കിലും ലെവലിലുള്ള ബയാസുകളുണ്ടെങ്കിൽ അയാൾക്കത് കൊടുക്കാൻ പാടില്ല എന്നതാണ്. അവിടെയാണ് മാർക്കിനേക്കാളും കഴിവിനേക്കാളും പ്രധാനം മൂല്യമാണ് എന്ന് പറയുന്നത്. ഭൗതികന്മാർ വരെ അങ്ങനെയാണ് വിധി എഴുതിയിട്ടുള്ളത്. ആ മൂല്യത്തിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? ആ മൂല്യത്തിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ കാലഘട്ടം ഇങ്ങനെ പോയപ്പോൾ അറിയാതെ നമ്മുടെ വീട്ടിൽ നിന്നത് പടിയിറങ്ങിയോ? ഞാൻ പറഞ്ഞല്ലോ, ആരെയും കുറ്റപ്പെടുത്താനല്ല, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം നമ്മുടെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അറിയാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ മൂല്യബോധങ്ങളൊക്കെ പടിയിറങ്ങിയോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് അതാണ്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ
പാരസ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മവദ്ദത്തും വറഹ്മ എന്നാണ് പ്രയോഗം. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹമാണ്, വറഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യവുമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ, എല്ലാ ആളുകളും തമ്മിൽ സ്നേഹമുണ്ടാകണം, സ്നേഹത്തിൽ നിർത്തരുത് എന്ന് തമ്പുരാൻ നമ്മളോട് നിഷ്കർഷിക്കുന്നു. അള്ളാഹു നമ്മളോട് നിഷ്കർഷിക്കുന്നത് ഇതാണ്, സ്നേഹത്തിൽ നിർത്തരുത്. സ്നേഹം എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയോ? അതുണ്ടാകുന്ന സമയത്ത് മാത്രം. പൂവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആ പൂവ് തിളങ്ങി നിൽക്കുമ്പോൾ കരിഞ്ഞ പൂവിനെ ആരും ഇഷ്ടപ്പെടാറില്ല. നല്ല ഒരു ബിസിനസ്സുകാരനെ ചിലരൊക്കെ ഇഷ്ടമാണ്, ആ ബിസിനസ് ഉള്ളിടത്തോളം കാലം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. മന്ത്രിമാരെ നമുക്ക് ഇഷ്ടമാണ്, അധികാരം കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഉള്ളപ്പോൾ കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്നും ഇഷ്ടമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇല്ലാത്ത സമയത്ത് കൊടുക്കണമെങ്കിൽ അതിന് കാരുണ്യം വേണമെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. അപ്പോൾ അതാ കുറച്ച് പ്രായം ചെന്ന ആളുകളെ നിങ്ങൾ കയറ്റിയിരുത്തി, ഇത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ആരൊക്കെയോ ചിലപ്പോൾ ആ സ്റ്റെപ്പ് കയറാൻ കഴിയാതെ ഇവിടെ ചെറുപ്പക്കാർ കൊണ്ടുവന്നിരുത്തി. അതിൻ്റെ പേര് സ്നേഹമെന്നു മാത്രമല്ല, അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഏതോ ഒരു മരുമകള് ഇന്നൊരു പക്ഷേ കൈപിടിച്ചുകൊണ്ട്, അമ്മായിമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. പാവം അമ്മായിമ്മ കിളവിയായതുകൊണ്ട്, വയസ്സത്തിയായതുകൊണ്ട്, സ്നേഹം കൊണ്ട് അവർക്ക് ചിലപ്പോൾ ചെരുപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് കാരുണ്യത്തിൻ്റെ പേരിലാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇത്രത്തോളം പറഞ്ഞു, പാല് കുടിക്കുന്ന ഒരു പാവം പശുക്കിടാവിന് അതിൻ്റെ തള്ളക്കാല് പൊക്കിക്കൊടുക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാരുണ്യമുണ്ടായാലാണ് നമ്മുടെ കുടുംബത്തിൽ ഐതിഹാസികമായ ഉയർച്ചകൾ ഉണ്ടാവുക. ഇന്ന് അത് എവിടെയൊക്കെയോ പോയില്ലേ? ഞാൻ നിങ്ങളുടെ കുടുംബത്തെ പറ്റി പറയല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായ കുടുംബമാണ്. പക്ഷെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരസ്പര സ്നേഹം ഇന്ന് എവിടെയാണ്? ജ്യേഷ്ഠനും അനുജനും തമ്മിലല്ലേ പ്രശ്നം? അമ്മായിമ്മയും മരുമക്കളും തമ്മിലല്ലേ പ്രശ്നം? ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിലല്ലേ പ്രശ്നം? ആങ്ങളെയും പെങ്ങന്മാരും തമ്മിലല്ലേ പ്രശ്നം? സ്വന്തം മകളെപ്പോലെ മരുമകളെ കാണാൻ പറ്റാതെ വരുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ജന്മമെടുക്കുന്നത്? സ്വന്തം ഉമ്മയെപ്പോലെ അമ്മായിമ്മയെ കാണാൻ പറ്റാതിരിക്കുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ജന്മമെടുക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇന്നൊരു പക്ഷേ ഈ സദസ്സിലും ഉണ്ടാകാം, ഇതൊന്നും ഉണ്ട് എന്നല്ല, നിങ്ങളൊക്കെ നല്ല കുടുംബമാണ്. അമ്മായിമ്മ ഇന്നൊരു മൂലയിൽ പോയിരിക്കുന്നുണ്ടാകും, മരുമകൾ ഇപ്പുറത്തെ മൂലയിലും പോയിരിക്കുന്നുണ്ടാകും. കാരണം അവർ ഒരേ വീട്ടിലാണെങ്കിൽ പോലും രണ്ടുപേരുടെയും സംസ്കാരം ഒന്ന് ഉറുഗ്വയിലും ഒന്ന് ഉഗാണ്ടയിലുമാണ് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര ദൂരെയാണ് ഓരോ ആളുകളും ഇന്ന്. മനസ്സുകൊണ്ട് ഐക്യമില്ലാതെ വരുമ്പോൾ ഒരു കുടുംബത്തിലായാൽ പോലും നമ്മൾ ചിലപ്പോൾ വിദൂരത്തിലായി പോകും. നമ്മുടെ കൂട്ടത്തിൽ ജ്യേഷ്ഠൻ വളർന്നു വന്നു, അനുജനൊന്ന് സാമ്പത്തികമുണ്ടായി, അവൻ ഗൾഫിൽ പോയി ബിസിനസ് തുടങ്ങി. അപ്പോഴേക്കും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കും എന്തിനാണ് ഈ അനുജനോടൊരു അസൂയ? നമ്മുടെ കുടുംബങ്ങളിൽ അതുണ്ടോ? നമ്മളോട് ചോദിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ സാമ്പത്തികപരമായി പുരോഗതിയിലേക്ക് എത്തുമ്പോൾ, വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് നമുക്ക് മറ്റൊരു അസൂയ? സത്യത്തിൽ എല്ലാവരെയും ആദരിക്കല്ലേ വേണ്ടത്? നമ്മുടെ മകന് A+ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ മകന് A+ കിട്ടുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാനൊരു ഫിലോസഫി പറയല്ല, ഇതല്ലേ ചില ആളുകളോട് സ്നേഹവും. അബു ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹിയുടെ വാക്കാ ഞാൻ പറഞ്ഞു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ചില ആളുകളോട് സ്നേഹവും ചില ആളുകളോട് വെറുപ്പും പുലർത്തുന്ന ആള് മനുഷ്യനായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ മനീഷയുള്ളവനാണ്, അഥവാ എല്ലാവരോടും ഒരേപോലെ മനസ്സുള്ളവനാണ് എന്ന് അബു ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി ദീന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ചില ആളുകളോട് ഇഷ്ടം, ചില ആളുകളോട് വെറുപ്പ്. വെറുപ്പിന് 3 കാരണങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രത്യക്ഷമായ ശത്രുവായിരിക്കണം, അല്ലെങ്കിൽ അവൻ നമ്മളെ എതിർക്കുന്നവനായിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് കുശുമ്പിൻ്റെയും ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പുണ്ടാക്കുന്നത്? എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? സ്വന്തം മകളെ കൊന്നവർക്ക് വരെ മാപ്പ് കൊടുത്തു. ചോദിച്ചു നോക്ക്, ഉസ്താദുമാർ താരിഖ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്വന്തം മകൾ, മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ സമയത്ത് മരിച്ചില്ലെങ്കിൽ പോലും, വഫാത്തായില്ലെങ്കിൽ പോലും, ഷഹാദത്ത് വരിച്ചത് മദീനയിൽ വെച്ചിട്ടാണെങ്കിൽ പോലും, പിന്നീട് ആ ഘാതകനെ എല്ലാവരും കൂടി തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഉറക്കെ കരയേണ്ടി വന്നു. കാരണം തൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ചിട്ട്. എന്നിട്ട് ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് നീണ്ടിട്ട് ചോദിച്ചത്, ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? പ്രിയപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഭിവാദ്യങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈനൽ ഇയറിന് ഈ പ്രസംഗം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അധിക പേരും കേട്ടിട്ടുണ്ടാവുകയില്ല. കാരണം നമ്മൾ ഓരോ ഭാഗങ്ങളെ അവതരിപ്പിക്കുന്നുള്ളൂ. സ്വന്തം മകളെ കൊന്നിട്ടുള്ള ഘാതകനെ മുമ്പിൽ വന്നപ്പോ ചോദിച്ച ചോദ്യം, മാ തളുന്നൂന അന്നി ഫാഇലൻ ബിക്കും, ഇന്നത്തെ ദിവസം നിങ്ങളോട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ആ മനുഷ്യൻ പറഞ്ഞത്, ഖാലൂ അഖുൻ കരീം വബ്നു അഖുൻ കരീം ഖൈറ, ബഹുമാന്യ സഹോദര. ഖാലൂ ഖൈറ അഖുൻ കരീം വബ്നു അഖുൻ കരീം, ബഹുമാന്യ സഹോദര, ബഹുമാന്യ സഹോദരന്റെ മോനെ, നിങ്ങൾ ഞങ്ങളോട് നന്മ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പുല്ലാട്ടിൽ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെ, അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഫദ്ഹബു അൻതും മുത്ലഖ, ഫദ്ഹബു അൻതും മുത്ലഖ, ഫദ്ഹബു അൻതും മുത്ലഖ. നിങ്ങൾ പിരിഞ്ഞു പോവുക, നിങ്ങൾ പിരിഞ്ഞു പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയേ? സ്വന്തം മകളെ കൊന്നവർക്ക് വരെ മാപ്പ് കൊടുത്തിട്ടുള്ള ആ പ്രയോഗം പ്രയോഗിക്കരുത് എന്നാണ്. കാരണം നമുക്ക് പറയാൻ പ്രയാസമുണ്ട് മകളെ കൊന്നു എന്ന്. പക്ഷെ അബുൽ ഹസൻ അലി നദവി സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട്, സ്വന്തം മകൾക്ക് ഷഹാദത്തിന് കാരണക്കാരനായ മനുഷ്യനെന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്വന്തം മകളെ ഈ ലോകത്തുനിന്ന് വിട പറയിച്ചവർക്ക് വരെ മാപ്പ് കൊടുത്തില്ലേ? പിന്നെയാണോ നമ്മുടെ മാപ്പ് കൊടുക്കൽ? പിന്നെയാണോ നമുക്ക് അമ്മായിമ്മക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാതെ വരുന്നത്? പിന്നെയാണോ സ്വന്തം മക്കൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാതെ വരുന്നത്? പിന്നെയാണോ ജ്യേഷ്ഠാനുജന്മാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാതെ വരുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിൽ. നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാട്ടോ, ഞാൻ പുല്ലാറ്റിൽ കുടുംബത്തിന് പറയുകയല്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് കുടുംബങ്ങളിൽ. ഒരു ഭാഗത്ത് കുട്ടികൾ വഴിതെന്നിപ്പോകുന്നു, മറ്റൊരു ഭാഗത്താകട്ടെ ചെറുപ്പക്കാരെ ചീറിപ്പായുന്നു. വിദ്യാർത്ഥികൾ എന്നാണ് അവരുടെ പേര്. ഇന്നും പത്രം എടുത്തു നോക്കുമ്പോൾ 10 കിലോ കഞ്ചാവുമായി പിടിയിലായത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. വിദ്യാസമ്പന്നരാണ് ഇന്ന് കാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് അമീദ് പറയുകയായിരുന്നു. അദ്ദേഹം ഈ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ കാര്യം പറയുകയുണ്ടായി. കല്യാണം കഴിഞ്ഞ് പത്രത്തിൽ വന്നൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ബൈക്കും കൊണ്ട് ചീറിപ്പാഞ്ഞില്ലയോ, എന്നിട്ട് അവസാനം ഏതോ ഒരു വണ്ടിക്കിടിച്ചിട്ട് എന്നേക്കുമായി ഇല്ലാതെയായി. പിന്നെന്താ സംഭവിച്ചത്? ഈ പാവം പെൺകുട്ടി കാത്തിരിക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് വെറും 3 ദിവസം കൂട്ടുകാരോടൊപ്പം ചീറിപ്പാഞ്ഞ ചെറുപ്പക്കാരൻ എന്നേക്കുമായി ഇല്ലാതെയായി. നമ്മുടെ ചെറുപ്പക്കാർ അമിതമായ സ്പീഡിൽ, ആ സ്പീഡ് ബൈക്കിൽ മാത്രമല്ല, കാറിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നിന്നും സ്പീഡിൽ അവർ ഓടി അകലുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി ഇനിയും ഈ കുടുംബം മുന്നേറേണ്ടതുണ്ട് എന്ന് നിങ്ങളുടെ ലിസ്റ്റ് തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഡോക്ടേഴ്സ് ഉണ്ടാകും, എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, അഡ്വക്കേറ്റ്സ് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷേ എത്ര പേരുണ്ട് എന്ന കണക്കുകൾ നമുക്ക് നികത്താൻ പറ്റുമോ? ഞാൻ കേരളത്തിലെ പ്രമാദമായ ഒരു കുടുംബത്തിൽ പോയി. ആ കുടുംബത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കൊരു വിഷമമാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പേര് പറഞ്ഞ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം. അതിൽ 42 പേർക്കാണ് അവാർഡ് കൊടുത്തത്. അതിൽ 27 പേര് ഡോക്ടേഴ്സാണ്, ബാക്കിയുള്ളവർ എഞ്ചിനീയേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 18-20ഓളം പേർക്ക് വീണ്ടും കൊടുത്തു. അവർ UK-ലും US-ലും അവിടെയൊക്കെ സെറ്റിൽഡ് ആയവരാണ്. ഇങ്ങനെ വലിയ ഒരു കുടുംബത്തിൽ കാണുന്നവർ മുഴുവനും ഇതേപോലെ വിദ്യാഭ്യാസമുള്ളവർ. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയോ? ആ കുടുംബത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഈ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇന്നലെ ഞാൻ വടകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ 3 കൂട്ടുകാർ, ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങൾ അവരെക്കുറിച്ച് പേപ്പറിൽ വരുമായിരിക്കും, 3 സ്നേഹിതന്മാർ. ഇത് വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. 3 സ്നേഹിതന്മാർ ഒന്നിച്ചൊരു റൂമിലിരുന്ന് പഠിക്കുകയാണ്. ഇന്നലെ ആ 3 കുട്ടികളെയും കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന അതീവ ടാസ്കുള്ള എക്സാമിനേഷൻ 3 കുട്ടികളും അതീവ സാഹസതയോടുകൂടി പഠിച്ച് 3 പേരും ഒറ്റയടിക്ക് CA ആയിരിക്കുകയാണ്. അവരാദരിക്കേണ്ട ചടങ്ങിനായിരുന്നു ഇന്നലെ ഞാൻ വടകരയിൽ പോയത്. ആ 3 പേരും എത്ര പ്രസരിപ്പുള്ളവർ. ഈ 3 പേരെ കണ്ടപ്പോഴും എൻ്റെ ചെറുപ്പക്കാരനോട് ക്ഷമിച്ചേക്കുക, അവരാരും മുടിയുടെ സ്റ്റൈല് മാറ്റിയിട്ടില്ല, അവരാരും വേഷവിധാനങ്ങൾ മാറ്റിയിട്ടില്ല. പക്ഷേ നാളെ ഒരു പക്ഷേ അവരുടെ സിഗ്നേച്ചറിന് വേണ്ടി ഒരുപാട് കമ്പനികൾ കാത്തു നിൽക്കേണ്ടി വരും. ഇതാണ് ഈ 3 ചെറുപ്പക്കാർ. ഒരാളല്ല ജയിച്ചത്, 3 പേര് ഒരേ റൂമിലിരുന്ന്. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടുന്നാണ് ട്രെയിനിങ് കഴിഞ്ഞത്? ഞങ്ങൾ ട്രെയിനിങ്ങിന് അങ്ങനെ പോയിട്ടില്ല, എന്നും ഞങ്ങൾ കൂടും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് അക്കൗണ്ടൻസിയുടെ അമാൽഗമേഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും റീകൺസ്ട്രക്ഷൻ്റെയും റീകൺസിലിയേഷൻ്റെയും ടാക്സിൻ്റെയും കാര്യങ്ങൾ ഞങ്ങൾ ഇരുന്നിട്ട് അങ്ങനെ പഠിക്കും. 3 പേരും നല്ല കൂട്ടുകാരാണ്. നല്ല രീതിയിൽ പഠിച്ച് ഒരാൾക്ക് മാത്രം കിട്ടരുതേ എന്നായിരുന്നു ഞങ്ങളുടെ മോഹം. 3 പേർക്കും കിട്ടി സാർ എന്ന് സന്തോഷത്തോടെ ആദ്യം ഞാൻ അവന് ഫോൺ വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോൾ
അവനക്ക് വാക്കുകൾ വരുന്നില്ല. അതിലൊരു കുട്ടിക്ക്, അവൻ്റെ പേര് നിഖിൽ എന്നതാണ്. മുസ്ലിം കുട്ടികളാണ് മൂന്നും. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, 3 കൂട്ടുകാർ ഒരു റൂമിലിരുന്നിട്ട് ഒരേ സമയം, ഒരു പക്ഷേ ഐതിഹാസികതയായിരിക്കാം, CA ഡോക്ടറാകുന്നതിനേക്കാൾ പ്രയാസമാണ്, CA എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് എനിക്കറിയാം. ഞാൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ, 3 കൂട്ടുകാർ കൂടിയാൽ ഒരു ബൈക്കിലും യാത്ര തിരിക്കാതെ, ഒരു രീതിയിലും ചപ്രാത്തിത്തരം കാണിക്കാതെ, ഒരു ചീറിപ്പായലുമില്ലാതെ പ്രൊഫഷണലി ഉയർന്നു വന്നു ഒറ്റ റൂമിൽ, അതും വടകരയിലെ താഴത്തങ്ങാടി എന്ന് പറയുന്ന കൊച്ചു അങ്ങാടിയിൽ നിന്ന്. 3 പേരും താഴത്തങ്ങാടിക്കാരാണ്. ആ ഒരു താഴത്തങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 3 കുട്ടികൾ ഒരു റൂമിൽ നിന്ന് CA എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസത്തിനൊരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നമ്മൾ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഇതിഹാസ പുരുഷന്മാരുണ്ടാകും, ഇത്തരത്തിലുള്ള ആളുകളുണ്ടാകും. അതിനാണ് കുടുംബ സംഗമം കൂട്ടേണ്ടത്. അപ്പൊ കുട്ടികളെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ കൊച്ചുകുട്ടി ഇവിടെ വന്നിട്ട് അവന് പ്രസംഗം അറിയില്ല, അവന് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, അവൻ എല്ലാവരും കാണണം, അവൻ കളർഫുൾ ആണ്, അവനാകട്ടെ കാണുന്നതും കളർഫുൾ ആണ്, അവന് ഈ കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല. പക്ഷേ ഈ കുട്ടിയെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം ആ കുട്ടിയെ ഒരിക്കലും സാഹസപ്പെട്ട് ഇരുത്തരുത്. അവൻ അങ്ങനെ നടക്കണം, ഈ കുട്ടികൾക്ക് അങ്ങനെ നടക്കണം. കാരണം കൊച്ചുകുട്ടികൾക്കൊരു ഫ്രെയിമുണ്ട്, അത് പൊട്ടിച്ചിട്ടേ അവർ നടക്കൂ. അത് പൊട്ടിച്ച് നടക്കാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, അപ്പുറത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ, ആ ഫുട്ബോൾ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊരു സ്റ്റൂൾ ഇട്ടാലോ കസേര ഇട്ടാലോ ആ ബോൾ കിട്ടുമെങ്കിൽ കുട്ടിയോട് പറയേണ്ട വാക്ക്, മോനെ ഒരു സ്റ്റൂൾ ഇട്ടോ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് അത് എടുക്കുക എന്നാണ്. മാതാവ് എടുത്തു കൊടുക്കരുത് എന്നാണ്. ആ പന്തെടുക്കുന്നതിന് പോലും ഒരു യുക്തിയെ പഠിപ്പിക്കണം ഒരു മാതാവ്. അവൻ്റെ കപ്പാസിറ്റിയെ ഓരോ ദിവസത്തിലും വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. അത് ശ്രദ്ധിച്ചു നിൽക്കാനേ പാടുള്ളൂ. ഉമ്മ, ഈ ഷൂവിൻ്റെ ലൈസ് എങ്ങനെയാ കെട്ടുകയെന്ന് കുട്ടി ചോദിക്കും. 13ാമത്തെ വയസ്സിലും നിങ്ങളല്ല ലൈസ് കെട്ടിക്കൊടുക്കണ്ടേ, അവനോട് പറയണം ഇങ്ങനെ ഒന്ന് കെട്ടി നോക്കുമെന്ന്. അങ്ങനെ സ്കൂളിലേക്ക് പോണ സമയത്തല്ലേ കെട്ടി ശീലിപ്പിക്കണ്ടേ, സ്കൂളില്ലാത്തൊരു ദിവസം അവനക്ക് ലൈസ് കെട്ടിയിട്ട് ശീലിപ്പിക്കണം. അങ്ങനെ കൊച്ചുകുട്ടികൾ പോലും ഷൂവിൻ്റെ ലൈസ് നല്ല മനോഹരമായി കെട്ടുന്ന കഴിവിലേക്ക് എത്തണം. ഓരോന്നിനുമുണ്ടങ്ങനെ. പൂമ്പാറ്റയുടെ പിന്നാലെ പായുന്ന കുട്ടികൾ ആ പൂമ്പാറ്റയുടെ കൂടെ തന്നെ പായണം. കാരണം പൂമ്പാറ്റയുടെ പിന്നാലെ പായുമ്പോൾ ഒരിക്കലും ആ പൂമ്പാറ്റയെ കിട്ടില്ല എന്നായിരിക്കാം, പക്ഷേ ആ സന്തോഷം പിന്നെ അവൻ ഒരിക്കലും കിട്ടുകയില്ല. അപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു രൂപമുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അതുമുതൽ തുടങ്ങേണ്ടതുണ്ട്, അതുമുതൽ തുടങ്ങണം. കുട്ടികൾ സോഫയിൽ കിടന്ന് ചാടിക്കളിക്കും, കുട്ടികൾ ചിലപ്പോൾ വഴക്ക് കൂടും, ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്നതിന് തർക്കുത്തരം പറയും, അവർക്ക് തർക്കുത്തരമാണെന്നറിയില്ല. ചിലപ്പോൾ അയൽവാസിയിൽ നിന്ന് പന്ത് കൊണ്ടുവരും, അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പന്തെടുത്തു വരും, പക്ഷെ ആ കുട്ടിക്ക് അതിൻ്റെ പേര് കളവാണെന്നറിയില്ല. ആ കുട്ടി വിചാരിച്ചത് എന്താ, അപ്പുറത്തെ വീട്ടിലെ ഉമ്മാക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ എൻ്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള പന്തും എൻ്റെതാണ്, എൻ്റെ വീട്ടിലുള്ള പന്തും അവരുടേതാണ്. ഈ ഒരു ചിന്തയിലാണ് പോയി എടുക്കുന്നേ. എടാ കള്ള എന്നവനെ വിളിക്കരുത്, പകരം അത് വാങ്ങിയിട്ട് സൗമ്യമായി പറഞ്ഞു കൊടുക്കണം, മോനെ ഇത് അവിടെ തന്നെ കൊണ്ടുപോയി ഇട്ടേക്ക്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അവരോട് ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയിടേക്ക്. അല്ലെങ്കിൽ നമ്മൾ പന്ത് വാങ്ങിയിട്ട് ആ ഉമ്മയുടെ അരികിൽ പോയിട്ട് ഇവന് ഇവിടുന്ന് ഒരു പന്തെടുത്തിരുന്നു, കുട്ടി അറിയാതെ എടുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കളവാക്കരുത്. കാരണം കൊച്ചുകുട്ടികൾക്ക് കളവെന്തെന്നറിയില്ല. ഇതിൻ്റെയും ഇടയിൽ കെട്ടിയിട്ടുള്ള ഭിത്തിയുണ്ടല്ലോ, ആ വീടിൻ്റെയും ഈ വീടിൻ്റെയും ഇടയിൽ കെട്ടിയിട്ടുള്ള ഭിത്തി നിങ്ങൾ ആധാരം നോക്കി കെട്ടിയതാണ് എന്നൊന്നും ഈ പാവം കുട്ടിക്കറിയില്ല. അതുകൊണ്ട് പാവം കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരാവൂ. നമ്മുടെ കൂട്ടത്തിൽ യുവാക്കളുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. ആ യുവാക്കളെന്ന് വിചാരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ. ചിലപ്പോഴൊക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്, അവരെ മോശമായി ഗണിക്കാറുണ്ട്. ഇല്ല, ഇപ്പോൾ ഈ കാടാമ്പുഴയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് 3 കുട്ടികൾ ഓവുപാലത്തിലിരിക്കുമ്പോൾ അവർ തമ്മിൽ വലിയ ബന്ധമാണ്. ഓവുപാലത്തിലിരിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല, പക്ഷെ ബന്ധമാണ്. അവർ തമ്മിലുള്ള ബന്ധം പോലും ജ്യേഷ്ഠാനുജന്മാർ തമ്മിലില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ എടാ പോടാ വിളികളൊക്കെ നടക്കും. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒന്ന് വേദനിച്ചാൽ ഈ 3 ആളും സജീവമായി രംഗത്തിറങ്ങും. നമ്മൾ ഈ കളിയാക്കുന്ന കുട്ടികളുടെ സ്വഭാവം പോലും ഇല്ലാതെ പോയി വെള്ളക്കുപ്പായം ധരിച്ചു നടക്കുന്ന നമുക്ക് പോലും എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ തള്ളിയ കുട്ടികൾ, നിങ്ങളൊക്കെ മോശക്കാരാണ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര ഒരു ബന്ധമുണ്ട്. അവർ ഓവുപാലത്തും ഇരുന്നിട്ട് അവൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാറ്റിനും സജീവമായി ഓടാൻ അവൻ തയ്യാറാണ്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അയൽവാസിയായ ഒരു കുട്ടി, അവൻ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. വാർപ്പ് ജോലിക്കാരനായിരുന്നു, വാർപ്പിൻ്റെ പലക പൊളിക്കാൻ വേണ്ടി കയറിയതാണ്. അവൻ വീണ് മരിച്ചു എന്ന് കേട്ടപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ ഞാനും പോയി. സ്വന്തം അയൽവാസിയല്ലേ. അവിടെ എത്തിയപ്പോഴേക്കും ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹമാണ്.
മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് മുഴുവൻ ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇത്രമാത്രം എങ്ങനെ വെറും മണിക്കൂറുകൾ കൊണ്ട് കൂടിയെന്ന് ഇന്നും അതിൽ അതിശയമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെറുപ്പക്കാർക്ക് കൂടാൻ പറ്റും, ഈ ചെറുപ്പക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ഷർട്ടും മുണ്ടുമൊക്കെ ഒറ്റി മാറ്റി വരുന്നതിന് മുമ്പേ ആ ഉള്ള വേഷത്തിൽ ആ ഉള്ള വണ്ടിയുമായി ചീറിപ്പാഞ്ഞ് അവിടെ എത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പറ്റും. ഈ ചെറുപ്പക്കാരെ നല്ല രീതിയിൽ ഒന്ന് ചാനലൈസ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ അവർ എത്രയോ ഉയരങ്ങളിലേക്ക് എത്തുമായിരുന്നേനെ. അവർക്ക് ഇനിയും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തെക്ക് ഭാഗത്തേക്കൊക്കെ പോയാൽ വിദ്യാഭ്യാസം എവിടെ എത്തിയെന്നറിയോ? നമുക്ക് തെക്ക് ഭാഗത്തേക്ക് പോയാൽ ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ പാലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോകുന്നതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. പാലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് മലബാറിൽ നിന്നാണ്. തെക്കന്മാർ ഇപ്പോൾ ഇന്നൊക്കെ മാറി. തെക്കന്മാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, ഏറ്റവും കൂടുതൽ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, ഏറ്റവും കൂടുതൽ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും UK-യിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്ക്, പ്രതാപമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് കയറിക്കൊണ്ടിരിക്കാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ VFSന്റെ ഓഫീസിൽ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി വിസ റെഡിയാക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയപ്പോൾ എനിക്ക് അവർ ഇൻ്റർവ്യൂ അല്ല, അവർ അപ്പോയിൻമെൻറ്റ് തരും. അപ്പോയിൻമെൻറ്റിൻ്റെ ദിവസം നമ്മൾ പോയി കൊടുത്താൽ മതി. പക്ഷെ അന്ന് 150ഓളം കുട്ടികളുണ്ട് അവിടെ. ഞാൻ എൻ്റെ രക്ഷിതാക്കളോടായി പറഞ്ഞത് 150ഓളം വിദ്യാർത്ഥികളുണ്ട് VFSന്റെ ഓഫീസിൽ. ഞാൻ ആ കുട്ടികളെ പലരെയും കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ പല ആളുകൾക്കും ടോപ്പ് റാങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് മാർക്കോട് കൂടി കഴിഞ്ഞവരാണ്. അവരൊക്കെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കാൻ. എന്തിനാണെന്നറിയോ? കാനഡയിലേക്ക് കയറാൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് കാനഡയിലുണ്ട് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസമാണ് ഇൻ്റർവ്യൂവിന് 150 ആൾ വന്നിട്ടുള്ളത്. പിറ്റത്തെ ദിവസവും VFSൽ 150 ആളുണ്ടാകും. ഇങ്ങനെ വർഷത്തിൽ ആയിരങ്ങൾ. എന്താ നിങ്ങൾ കാനഡയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. ഞാനൊരിക്കലും വിദേശ രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവനല്ല. പക്ഷേ കാനഡയിൽ നിങ്ങൾ ദീനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന ഗൾഫ് രാജ്യത്തേക്കാൾ മനോഹരമായി ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് കാനഡ എന്ന്. പലയിടത്തും നമ്മൾ പോയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ലണ്ടനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് കുറേ ആൾക്കാർ ലണ്ടനിലുണ്ടല്ലോ. ഇവിടുത്തെ കുറേ ആൾക്കാർ ഇപ്പോൾ പോയി വന്നവരൊക്കെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. കാടാമ്പോയിൽ കുറേ കുട്ടികൾ അവിടെയുണ്ട്. പക്ഷേ അവിടെയും എന്ത് തന്നെ തന്നാലും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ഉസ്താദുമാർ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ റോഡിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ ചെക്കിങ് വരാറുണ്ടത്രേ. പക്ഷേ ലണ്ടൻ സിറ്റിയിൽ ആരും അത് പ്രതീക്ഷിക്കേണ്ടതില്ല. എത്ര വലിയ താടി വെച്ചും നിങ്ങൾക്ക് നടക്കാം, എത്ര വലിയ ജുബ്ബ വെച്ചും നിങ്ങൾക്ക് നടക്കാം. 420 പള്ളികളെയാണ് ക്രിസ്ത്യൻ സഹോദരന്മാർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരാധിക്കാൻ വിട്ടുകൊടുത്തിട്ടുള്ളത് UK എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡത്തിൽ മാത്രം. അതുകൊണ്ട് വിദേശ രാജ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാൻ ഇനി നമ്മൾ മടിക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായി മതപരമായ മൂല്യത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കാൻ. അവിടെ പോയിട്ട് മതപരമായ മൂല്യം പഠിച്ചാൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. കാരണം എന്താണെന്നറിയോ? അവിടെ സായിപ്പന്മാരും ഇവരുടെയൊക്കെ വലിയ വലിയ ആരാധ്യ പുരുഷന്മാരും ഒക്കെ മതത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ. അവർ മനസ്സിലാക്കിയത് ചെറിയ ചെറിയ കാര്യ ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതല്ല, ലോകം മുഴുവൻ ഇന്ന് അതിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വിദേശ രാജ്യത്തിൽ പോയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ കുട്ടികളെ പുറത്തേക്കൊന്ന് വിട്. മൂല്യം തകരാതെ പോകണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് മൂല്യം കൊടുത്തിരിക്കണം, അത് വേറെ കാര്യം. എന്നിട്ട് അവിടെ പോയി നമ്മുടെ കുട്ടികൾ യൂണിവേഴ്സിറ്റികളിൽ എത്തത്രേ അതിമനോഹരമായി. ഞാൻ ഈ അടുത്തിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. ലണ്ടനിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലണ്ടൻ സിറ്റിയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അവിടെ പോയപ്പോൾ നഖാബ് ധരിച്ചുകൊണ്ട്, അഥവാ കണ്ണുപോലും കാണിക്കാതെ നഖാബ് ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് അറേബ്യൻ പെൺകുട്ടികളെ കണ്ടു. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രതാപമുള്ള യൂണിവേഴ്സിറ്റി കാംബ്രിഡ്ജ്, അതേപോലെ തന്നെ ഓക്സ്ഫോർഡും, അവിടെ പോലും ഒരിക്കലും അവരോട് മുഖം പോലും ഒന്ന് ഉയർത്താൻ പറയുകയില്ല എന്നത് ഈ കാലഘട്ടത്തിന്റെ അതിശയോക്തിയാകാം. ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്നതാണ് അവിടുത്തെ ഫിലോസഫി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസപരമായി ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകട്ടെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും നമ്മുടെ കുട്ടികൾ എത്തട്ടെ. പെൺകുട്ടികൾ പോകുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാനൊരു പാർഷ്യാലിറ്റി പറയുകയാണ് എന്ന് വിചാരിക്കരുത്. അതിന് ചില മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. പക്ഷേ ആൺകുട്ടികളെ നമ്മൾ ചടുലമായി വിട്ടോ, അതിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളുണ്ടോ നമ്മുടെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും പ്രമാദമായ 5-6 കുടുംബങ്ങളുണ്ട്. അതിലൊന്ന് ഗാന്ധി കുടുംബമാണ്, നെഹ്റു കുടുംബമാണ്, പട്ടാൻസ് കുടുംബമാണ്, റെഡ്ഡി കുടുംബമാണ്, ഖാൻ കുടുംബമാണ്, ഠാക്കൂർ കുടുംബമാണ്. ഈ കുടുംബത്തിലെ മുഴുവൻ കുട്ടികളും പോയി പഠിക്കുന്നത് വിദേശ രാജ്യത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലാണ്, ഏതെങ്കിലും പാരലൽ കോളേജുകളിലല്ല. നമ്മൾ വിചാരിക്കുന്ന, ഇവിടെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു എന്ന് വിചാരിക്കരുത്, ഇന്ത്യ ഒരു പക്ഷേ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന പ്രൈം മിനിസ്റ്റർ വരെ, രാഹുൽ ഗാന്ധി വരെ പഠിച്ചിട്ടുള്ളത് ഈ പറയുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി കോളേജിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അയച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഉന്നതമായ കലാലയങ്ങളിലേക്കാണ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ നമ്മൾ മാനിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പരിപാടിക്ക് വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയെ ഒരിക്കലും നമുക്ക് ഇകഴ്ത്താൻ കഴിയില്ല. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം ഏകദേശം 10,000 ഉള്ളിലേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റിയെ എല്ലാ അർത്ഥത്തിലും മാനിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ആദ്യത്തെ 20 യൂണിവേഴ്സിറ്റി 25 യൂണിവേഴ്സിറ്റികളുണ്ട്. അത് ഹാർവാർഡ് ബിസിനസ് സ്കൂളാണ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്, അതേപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്, യാല യൂണിവേഴ്സിറ്റിയാണ്. ഇങ്ങനെയുള്ള ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും, ടെക്സസ് യൂണിവേഴ്സിറ്റിയാണ്, ഇതിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. ഇതായിരിക്കുന്ന ഉസ്താദുമാർ, നിങ്ങൾ പഠിക്കുമ്പോൾ അവരൊക്കെ പ്രാചീന ഭാഷ പഠിച്ചവർ എന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നുക. ഫത്വൽ മുഈൻ എന്ന് പറയുന്ന ഒറ്റ ഗ്രന്ഥത്തിന്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് അവതരിപ്പിച്ചിട്ട് വിദേശ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി 88 ലക്ഷം ഗ്രാന്റ് വാങ്ങിയിട്ട് കഴിയുന്ന മലയാളി കുട്ടി ഈ കേരളക്കരയിലുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാനൊന്നും കൂടി പറയാം. ഇവരൊക്കെ ദർസിലോതുന്ന ഫത്വൽ മുഈൻ എന്ന് പറയുന്ന സാധാരണ കിതാബുണ്ട്. അതിന്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫത്വൽ മുഈന്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ ദ ഇറ ഓഫ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലഘട്ടത്തിലെ സമൂഹവും ഫത്വൽ മുഈന്റെ സോഷ്യോളജിയും സാമൂഹ്യ വ്യവസ്ഥിതിയും എന്ന ഭാഗം വെച്ചുകൊണ്ടാണ് ഒരു ഹുദവി വേറൊരു വിദേശ രാജ്യത്ത് പോയിട്ട്, അതും യൂറോപ്പിന്റെ ഭാഗത്ത് പോയിട്ട് തീസീസ് അവതരിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ഗ്രാന്റ് വാങ്ങിയിട്ട് അവൻ അവിടെ കഴിയുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ചെറിയ പഠിത്തവും ചെറുതല്ല എന്ന് നമ്മൾ അറിയണം. ഓരോ കുട്ടികളും കയറിപ്പോകുന്നത് അങ്ങനെയാകണം. അപ്പൊ വിദ്യാഭ്യാസപരമായി നമ്മുടെ ഈ പുല്ലാട്ടിൽ കുടുംബത്തിൽ വലിയ പുരോഗതി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സ്നേഹബന്ധത്തിന്റെ പേരിൽ നമ്മളൊക്കെ ചിലപ്പോൾ വിഘടിച്ചു പോകാറുണ്ട്. അതിനെ ഐക്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. പ്രശ്നപരിഹാര കോടതി എന്നത് കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രശ്നമുള്ളിടത്തല്ലേ പരിഹാര കോടതിയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് പ്രശ്നമേ ഉണ്ടാകരുത്. നിങ്ങൾ തമിഴ്നാട് പോയാൽ മേൽവിശാരം എന്ന് പറയുന്ന ഒരു ജില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും. മേൽവിശാരം എന്ന് പറയുന്ന ജില്ലയിൽ നിങ്ങളൊക്കെ ഒന്ന് പോകേണ്ടതാണ്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട് മനസ്സിലാക്കിയതാണ്. ആ ജില്ലയിൽ ഒരിക്കലും കോടതിയില്ല. കോടതി ഇല്ലാത്തതോ എന്ന് ജാബിർ വക്കീൽ ചോദിക്കും. മറ്റൊന്ന്, ആ ജില്ലയിൽ അതില്ല എന്ന് പോട്ടെ, പോലീസ് സ്റ്റേഷൻ ഇല്ല. ഞാൻ ആ ജില്ലയുടെ പേര് പറഞ്ഞു, മേൽവിശാരം. അഥവാ പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ്, പിന്നെ വെല്ലൂരിൻ്റെ അപ്പുറത്താണ്, വെല്ലൂർ ബാക്കിയാത്തിൻ്റെ അപ്പുറത്താണ് ഈ ജില്ലയുള്ളത്. അവിടെ പോയപ്പോൾ അതിമനോഹരമായ, ഇന്നലെയും നമ്മൾ വേറൊരു പള്ളി ഉദ്ഘാടനത്തിന് സംഗമിച്ചപ്പോൾ പ്രിയപ്പെട്ട തങ്ങളുടെയും ഒക്കെ അധ്യക്ഷതയിൽ നമ്മൾ പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ പള്ളിക്കുള്ളിലെല്ലാ സമൂഹവും വരണം. എങ്ങനെ? അതിൻ്റെ മുറ്റത്തേക്കെങ്കിലും. അത് നമുക്ക് പുറത്തു പോയാൽ കാണാൻ പറ്റും. ഹൈന്ദവരും മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഒക്കെ പള്ളിയുടെ മുറ്റത്താണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നിരുന്നത്. അതിന് നമ്മൾ അധികമൊന്നും പിറകോട്ട് പോകണ്ട. ഫസൽ പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, നമ്മളെല്ലാം ആദരിക്കുന്ന സയ്യിദ് അലവി തങ്ങൾ മമ്പുറം, അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ മതി. മമ്പുറം തങ്ങളുടെ മുറ്റത്ത്, അഥവാ പള്ളിയുടെ മുറ്റത്ത്, ആ വീടിന്റെ മുറ്റത്ത് എല്ലാ ജാതിക്കാരും ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പൊ നമ്മുടെ സ്നേഹം വ്യത്യസ്തമായ മതക്കാരോടായിരിക്കണം, വ്യത്യസ്തമായ ആചാരക്കാരായിരിക്കണം. നമ്മുടെ കുടുംബത്തോട് മാത്രമാകരുത്, മുസ്ലിം പക്ഷത്തോട് മാത്രമാകരുത്. ആ തീവ്രത ഒരിക്കലും നമുക്കുണ്ടാകാനും പാടില്ല. അപ്പൊ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് പറയുന്ന ബൃഹത്തായ നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാടിനെ ചുരുക്കി കൊണ്ടുവന്ന് അവസാനം സ്വന്തം ജ്യേഷ്ഠനോട് പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മിക ബോധം എന്താണ്? ചില ആളുകളോട് നമ്മൾ മിണ്ടുന്നു, ചില ആളുകളോട് നല്ല രീതിയിൽ നമ്മൾ വർത്തിക്കുന്നു, പക്ഷെ ചില ആളുകളോട് നമുക്ക് വെറുപ്പ് തോന്നുന്നു. ആരെന്തിങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് എതിർക്കാതെ നിൽക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവുക എന്നതാണ്. അമ്മായിമ്മ പറഞ്ഞുകൊള്ളട്ടെ, അത് കാലഘട്ടത്തിന്റെ ഒരു ചെറുവിധ ചെറുവണമായി മരുമക്കൾ മനസ്സിലാക്കിയാൽ മതി. മരുമക്കളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഉണ്ടായാൽ അത് ഈ കാലത്തിലെ കുട്ടികൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അമ്മായിമ്മക്കും ഉണ്ടാവുക എന്നതാണ്. കാലഘട്ടത്തെ വായിക്കാൻ പറ്റണം, കാലഘട്ടത്തെ പിറകിലേക്കും വായിക്കണം. കാലഘട്ടത്തെ, ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് സമയമില്ലാത്തത് കൊണ്ടാണ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തെ പിന്നോട്ട് വായിക്കാനും പറ്റണം, കാലഘട്ടത്തെ മുന്നോട്ട് വായിക്കാനും പറ്റണം. അഥവാ വല്യമ്മമാർ, ഉമ്മമാർ വായിക്കേണ്ടത്, ഇവരൊക്കെ മോഡേൺ യുഗത്തിലെ കുട്ടികളാണ്. അവർ പട്ടിണി അറിയാത്തവരാണ്, അവർക്ക് പ്രയാസം അറിയില്ല, അവരൊക്കെ ടെക്കിയായി ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ പ്രകൃതത്തിൽ അങ്ങനെ ഉണ്ടാകും. മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാമെന്ന് കാലത്തെ വായിക്കാൻ അമ്മായിമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മരുമക്കൾക്കോ ഞാൻ ഭയങ്കര പോസ്റ്റിൽ കഴിഞ്ഞ ആളാണ് എന്ന് വിചാരിക്കരുത്. ഫാത്തിമ ബീവിയെ കുറിച്ച് റളിയല്ലാഹു തആല അൻഹ ഏറ്റവും ശക്തമായി പറയുമായിരുന്നു. അഥവാ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫാത്തിമ ബീവിക്ക് ധാരാളം ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് എന്നത് തന്നെയാണ്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, സ്വഭാവത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ഏതെന്നറിയുമോ? ഫാത്തിമ ബീവിയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി, പ്രയാസങ്ങൾ വന്നിട്ടും ദാരിദ്ര്യം വന്നിട്ടും ഭക്ഷണത്തിൽ പോലും നിവൃത്തിയില്ലാതെ വന്നിട്ടും ഞാൻ പ്രവാചകന്റെ മകളാണ് എന്ന് ഒറ്റ പ്രാവശ്യം പോലും അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ല എന്നതാണ് ഫാത്തിമ ബീവിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം?
നമ്മളൊക്കെ ചിലപ്പോൾ കാപ്പൻ ഹുസൈനാജിൻ്റെ മോളാകുമ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഏതെങ്കിലും കുമ്മത്ത് പറമ്പൻ്റെ മോളാകുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നത് ഞാൻ ഇന്നാളെ മോളാണ്, നിങ്ങൾ എവിടെ കിടക്കണ്, ഫാത്തിമ ബി ഇവിടെ കിടക്കണ്. എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു തൻ്റെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഭക്ഷണത്തിന് പ്രയാസമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. പക്ഷെ ഒരിക്കലും ആ സമയത്ത് അലി റളിയല്ലാഹു തആല എന്നോട് അധികാരത്തോടു കൂടി പറഞ്ഞില്ല, നിങ്ങൾ ആരോടായി ചെയ്യണമെന്നറിയോ, ഞാൻ പ്രവാചകന്റെ മകളാണ് എന്ന് ഫാത്തിമ ബീബി ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് താരീഖിന്റെ ഉലമാക്കൾ വെച്ചിട്ടുള്ളത്. അതാണ് ഫാത്തിമ ബീവിയുടെ ഉയർച്ചയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും മഹിതമായ പാരമ്പര്യമെന്ന്. അതുകൊണ്ട് നമ്മൾ അവകാശങ്ങൾ പറയല്ലേ, ഞാൻ ഇന്നിടത്തുനിന്ന് കെട്ടിക്കൊടുന്നതാണെന്ന് പറയല്ലേ. ചിലപ്പോൾ വീട് വെക്കുന്ന സമയത്ത് നമ്മളൊരു 10 പവൻ സഹായിച്ചിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളാരും ഉണ്ടാവില്ല കേട്ടോ, ഞങ്ങളെ പറ്റി പറയല്ല. ഒരു 10 പവനാണ് കൊടുത്തിട്ടുണ്ടാകുക. ഇന്നത്തെ വില അനുസരിച്ച് 10 പവൻ്റെ വില 2 ലക്ഷം റുപ്യാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഇങ്ങോട്ട് വാങ്ങുമ്പോഴാണ് 25,000 റുപ്യ. ജ്വല്ലറിക്കാരെങ്കിലും ക്ഷമിക്കണേ. അങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 ലക്ഷം കിട്ടിയാൽ കിട്ടി, 1,92,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബില്ലിടുക. അതാവട്ടെ, അവർക്കും ചിലപ്പോൾ തേമാനം അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഈ 2 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ആ 2 ലക്ഷം റുപ്യ നമ്മൾ എന്താക്കും, ഉപയോഗിക്കും ആ പെരപ്പണിക്ക്. അതാ നിർണായക ഘട്ടത്തിലായിരിക്കും. ആ ടൈൽസ് വാങ്ങാൻ പൈസ ഇല്ലാത്ത സമയത്ത് പാവം വാങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് ഈ പെമ്പറന്നോൾ എന്താ പറയാന്നറിയോ, നിങ്ങളെ കുടുംബത്തിലെ ആൾക്കാരല്ല കേട്ടോ, കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നടത്താൻ നെഞ്ചൊക്കെ വിരിച്ചിട്ട് എൻ്റെ ചെയിനോണ്ടുണ്ടാക്കിയ പെരയാണ്. ഞാൻ ആണുങ്ങളായ ആൾക്കാരോട് മുഴുവൻ പറയാറുണ്ട്, നമ്മളോട് ഇതൊക്കെ ചോദിക്കണവരോട്, വീട് വെച്ചിട്ട് എങ്ങാനും പെണ്ണുങ്ങളെ പണ്ടെടുത്തിക്കണമെങ്കിൽ ഒരു ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുക, എൻ്റെ 2 ലക്ഷം ഇതിനാണ് ഞാൻ ചിലവാക്കിക്കണത്, എന്നിട്ട് അതിൻ്റെ ചാവി കൊണ്ട് കൈ കൊടുക്കുക. അങ്ങനെയുള്ള ചില പള്ളികളൊക്കെ മൊല്ലാക്കാർ ഖജനാവിൻ്റെ താക്കോലുമാതിരി കക്കൂസിൻ്റെ താക്കോലായിട്ട് നടക്കൽ. ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആര്, ഞങ്ങളെ കളിയാക്കല്ല കേട്ടോ, ഒരിക്കലും ഈ കഥ നിങ്ങൾ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ ഈ കണക്ക് പറയല്ലേ. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം, ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്, ഇപ്പോൾ നടത്തലില്ല, ആരും എന്നെ വിളിക്കും ചെയ്യരുത്, തിരക്കൊണ്ട് ഒഴിവാക്കിയതാണ്. പേഷ്യൻസ് ഇല്ലായിട്ട് ഒഴിവാക്കിയത്, ക്ലയൻസ് ഇല്ലായിട്ട് ഒഴിവാക്കിയതല്ല. ജാബിർ വക്കീലിനറിയാം, ക്ലയൻസിൻ്റെ ബാഹുല്യം കൊണ്ട് ഒഴിവാക്കിയതാണ്. അങ്ങനെ ചിലപ്പോൾ ഇത് നിർത്തിയ ആൾക്കാർ അധികം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത്, ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം, ഈ സാധു ഇടങ്ങേറായിട്ട് അന്നൊരു 2 പവൻ ഒപ്പിച്ചു കൊടുക്കുകയാണ്. ഈ 2 പവൻ്റെ കണ്ടപ്പോത്തിന് എല്ലാവരും ഒന്നും കൂടി എഴുന്നേറ്റിക്കുക, പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ഒന്ന് എഴുന്നേറ്റിക്കുവാന്ന്, പ്രയാസമില്ലെങ്കിൽ കേട്ടോ, പ്രയാസമുള്ളവരങ്ങനെ തന്നെ ഇരുന്നോളൂ. ഈ സദസ്സിൽ 2 ആൾക്കാർ ഉറങ്ങി, അതിനപ്പോൾ എല്ലാവരും എന്താക്കിയത്, എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ആളോട് ഒരു ദേഷ്യം വേണ്ട, ഇതൊരു കുടുംബത്തിൻ്റെ ഐക്യമാണ്. മറ്റേതുപോലെ മാത്രം എഴുന്നേൽപ്പിച്ച ഒരു മോശമല്ലേ. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി സഹിച്ചിട്ട് നമ്മളൊക്കെ എന്താക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ഒന്നും കൂടി ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം. സ്വന്തം ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണത്തിന് എങ്ങനെയോ 2 പവൻ ഉണ്ടാക്കി കൊണ്ടുപോവാൻ. ഈ 2 പവൻ വീട്ടിൽ എത്തിയപ്പോൾ ഭാര്യയ്ക്ക് വല്ലാത്ത അരിശം. അപ്പോൾ ഭാര്യൻ്റെ ഒരു 8 പവനോ മറ്റോ മുമ്പെടുത്തിട്ടുണ്ട്, അത്രേ 8 പവനോ മറ്റോ മുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെമ്പറന്നോള് പറയാൻ, എന്നിട്ട് കല്യാണത്തിന് അവൾ കൂടിയില്ല, ഞാൻ നിങ്ങളെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണത്തിന് വരണമെങ്കിൽ എൻ്റെ 8 പവൻ ഇപ്പോൾ ഇവിടെ എത്തണം. ഇത് നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ്. നിങ്ങളെ പണ്ടത്തിൻ്റെ കണക്ക് പറയൽ കല്യാണത്തിൻ്റെ 11-ാം മണിക്കൂറിലാണ്. എത്ര വൃത്തികെട്ട സ്വഭാവം എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പം നമ്മുടെ സ്ത്രീകളുടെ സ്വഭാവം മാറണ്ടേ, നമ്മുടെ യുവാക്കളുടെ പ്രകൃതം മാറണ്ടേ, പോസിറ്റീവായിട്ട് നമുക്ക് പോകണ്ടേ. അതിലേറ്റവും നന്നായി പോസിറ്റീവായി പോകുന്ന, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ ചെറുപ്പം മുതലേ ചെയ്തു. നിങ്ങൾ കാരണത്താൽ ഒരുപാട് പള്ളികളുണ്ടായി, ഒരുപാട് മദ്രസകളുണ്ടായി. ദാ ഇവിടെ അതിമനോഹരമായി ഇന്നത്തെ ദിവസത്തിൽ ഒരു ഡയാലിസിസ് മെഷീൻ കൊടുത്തുകൊണ്ട് ഏകദേശം 6.5 ലക്ഷം രൂപയാണ് ഡയാലിസിസ് മെഷീൻ്റെ സമ്പൂർണ്ണ ചെലവ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ കൂടുതലോ കുറവോ എനിക്കറിഞ്ഞുകൂടാ. 6.5 lakhs എന്ന് പറയുന്ന 6 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെലവാക്കിക്കൊണ്ടോ നിങ്ങൾ ഇന്നത് അവിടെ നിന്ന് നൽകുമ്പോൾ ഇത് കേവലം ഒരു ചരിത്രമല്ല, ചരിത്രത്തിൽ എന്നും ഏറ്റവും സ്വർണ്ണലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ടുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ ഈ പുല്ലാട്ടിൽ കുടുംബം നടത്തുന്നത്. അതുകൊണ്ട് ഇത്ര ചെറുവിധ ചെറുവണം നടത്തുന്ന സ്ത്രീകൾ ഈ കുടുംബത്തിലുണ്ടാകാൻ പാടില്ല. വിദ്യാഭ്യാസമില്ലാത്ത മക്കൾ ഈ കുടുംബത്തിലുണ്ടാകാൻ പാടില്ല. പിന്നെയോ കാരണവന്മാരെ ആദരിക്കാത്ത യുവാക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണവന്മാർ തന്നെയാണ്. കാരണം കാരണവന്മാരെ ആദരിക്കാൻ പറ്റണം. ചിലപ്പോൾ സ്വന്തമായിട്ട് വലിയ പുരോഗതിയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടാകും, സ്വന്തമായിട്ട് ഭയങ്കര ഉയർച്ചയുണ്ടാകും. പക്ഷെ വാപ്പയെന്നും വാപ്പയാണ്. വാപ്പയുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തേ പറ്റൂ. വാപ്പക്ക് ചിലപ്പം ഒരു അക്ഷരം പോലും അറിയില്ലെങ്കിലും ഉമ്മയുടെ മുമ്പിലെത്തുമ്പോൾ
ആ ഉമ്മയുടെ കയ്യിലൊന്ന് ചുംബിച്ചേ പറ്റൂ, ഉമ്മയുടെ തിരുനെറ്റിയിലൊന്ന് ചുംബിച്ചേ പറ്റൂ. നീ എത്ര പ്രഗത്ഭനായാലും ശരി, നീ എത്ര പ്രശസ്തനായാലും ശരി. കാരണം പാവം ഉമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി, ഒരുപാട് തൊട്ടിലാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പത്രം എടുത്തു നോക്ക്, ഇന്നത്തെ പത്രത്തിലുണ്ട് മനോഹരമായൊരു വാർത്ത. ഞാൻ ശ്രദ്ധിക്കണേ, മനോഹരമായൊരു വാർത്തയാണ്. ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? തൊട്ടിലിൽ കിടത്തിയിട്ട് ഉറക്കിയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിശക്തിയുണ്ട് എന്ന് 100ഓളം കുട്ടികൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ അതിൻ്റെ സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് പത്രത്തിലുണ്ട്. ഞാൻ അതും വായിച്ചിട്ടായി വരുന്നത്. എനിക്കൊരു അത്ഭുതകരമായി തോന്നി. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ചാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ബെഡിലോ സാധാരണ പായയിലോ കുട്ടിയെ കെടുത്തരുത്, തൊട്ടിലിൽ കിടത്തണം. അത്ര സൗമ്യമായ ഉറക്കം ബെഡിലോ പായയിലോ കിട്ടുകയില്ല. അങ്ങനെ പഠനം നടത്തിയിട്ട് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് കുറേ കാലം ഉറങ്ങിയ കുട്ടികൾക്ക് മനോഹരമായി ബുദ്ധിശക്തി കൂടുന്നു എന്ന് അതിൻ്റെ സൈക്കോളജിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോട് എത്ര കടപ്പാടാ. ഇതായിരിക്കുന്ന ഓരോ ആളുകളും ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നത്തെ ലേറ്റസ്റ്റ് റിസർച്ചിൻ്റെ ഭാഗമായി പഠിച്ചു വെച്ചോ, നമ്മുടെ പാവം ഉമ്മ തൊട്ടിലിൽ നമുക്ക് അസ്ബി റബ്ബി ജല്ലല്ലാ എന്ന് പറഞ്ഞ് 2-3 വയസ്സ് വരെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധി വികസിക്കുകയായിരുന്നു അത്രേ എന്നാണ് പുതിയ പഠനം. പക്ഷേ പാവം ഉമ്മാക്ക് അതറിയില്ലായിരുന്നു. തൻ്റെ മോനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനാണെന്നറിയില്ല. നിഷ്കളങ്കമായി നമ്മുടെ മാതാവ് രാത്രികളിൽ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി അത് ചെയ്തു തന്നിട്ടുണ്ട്. ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ പാതിരാവിൽ എഴുന്നേൽക്കുമ്പോൾ ചെറിയ കുട്ടിയുടെ തൊട്ടിലാട്ടി കൊടുക്കുന്ന എൻ്റെ ഭാര്യയെ ഞാനപ്പോൾ ഭാര്യയെ ഓർക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതേപോലെ എന്നെയും മാട്ടിയിട്ടുണ്ടാകൂലേ. എന്നിട്ട് ആ ഉമ്മയോടാണോ നമുക്കിന്ന് തിരസ്കാരം? മാതാവിൻ്റെ കണ്ണുനീരിനെ നീ ശ്രദ്ധിച്ചു കൊള്ളുക. കാരണം മാതാവിൻ്റെ കണ്ണുനീര് അഗ്നിയാണ്. അതെവിടെയാണോ ഉറ്റി വീഴുന്നത് അവിടം കത്തിച്ചമ്പലാകും, അവിടം കത്തിച്ചമ്പലാകും. ചില ആൾക്കാർ കച്ചവടം തുടങ്ങി പൊട്ടുന്നത് പിന്നെയും പൊട്ടുന്നത് എന്താ കാര്യം എന്നറിയോ? അതിൻ്റെയൊക്കെ ദീനീപരമായ പഠനം ഒന്ന് പഠിച്ചു നോക്കിൻ. എപ്പോഴെങ്കിലും ഉമ്മാനൊന്ന് നെട്ടിച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയല്ല. നമ്മളൊരു കച്ചവടമോ ഏർപ്പാടോ തുടങ്ങുമ്പോൾ ഞാൻ പറയാം, ഉസ്താദന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഞാനൊരു നിയമമായിട്ട് പറയല്ല. എൻ്റെ വീട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഫസ്റ്റിലൊരു വീട് ഞാൻ വെച്ചു, അത് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ ഉമ്മയാണ്. ഞാൻ വേറെ ആരും വിളിച്ചിട്ടില്ല അത് ഉദ്ഘാടനം ചെയ്യാൻ. അവരെ കരഞ്ഞുകൊണ്ടൊരു തുറക്കലുണ്ട്. സ്വന്തം ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ പറയാം. അതിൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ ആ ഉമ്മ 30 കൊല്ലോ ചിലപ്പോൾ 40 കൊല്ലമൊക്കെ കുട്ടിക്കൊരു ഭവനം ഉണ്ടാകാൻ വേണ്ടി പാതിരാവിൽ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവരുടെ അത്രയൊന്നും അധികാരം ആർക്കും ഇല്ല അതിന്. വീടിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്വന്തം ഉമ്മ നിങ്ങളെ കണ്ണുക്കൊന്ന് നോക്ക്, കരഞ്ഞുകൊണ്ടായിരിക്കും അതൊന്ന് തുറക്കുക. അത് ഏത് വലിയ ആൾക്കാർ വിളിച്ചാലും ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടൂല. പിന്നെ നിങ്ങളെല്ലാവരും വിളിച്ചോളിൻ, ഉസ്താദുമാരും തങ്ങമ്മ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് കേട്ടോ. സ്വന്തം ഉമ്മനെ കൊണ്ട് തുറപ്പിക്കും. നീ ഉമ്മ അല്ലെങ്കിൽ വാപ്പനെ കൊണ്ട്, വാപ്പൻ്റെ കൈ വിറക്കും, വാപ്പൻ്റെ കവിളുകൾ തുടിക്കും, വാപ്പയുടെ കണ്ണൊലിക്കും. ഇങ്ങനെയായിരിക്കണം വാപ്പമാരോടും ഉമ്മമാരോടുള്ള നമ്മുടെ ബന്ധം. നമ്മുടെ എല്ലാ ഉയർച്ചയിലും അവരുണ്ടാകണം. നമ്മളൊരു ഓഫീസ് തുറക്കണോ, നിങ്ങൾ തങ്ങന്മാരെ ഉസ്താദുമാരെയൊക്കെ കൊടുന്നോളി, നല്ലതാണ്, ഏറ്റവും നല്ല തബറുക്കിൻ്റെ ഭാഗമായി നടക്കട്ടെ. പക്ഷേ സ്വന്തം പിതാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കവിളൊരു തുടിക്കലുണ്ട്, സന്തോഷം കൊണ്ടൊരു തുടിക്കൽ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഔദ്യോഗികമായ ഉദ്ഘാടനങ്ങൾ പലരും നടത്തട്ടെ. ഔദ്യോഗികമായി ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഈ ഉദ്ഘാടനം വലിയ ആൾക്കാരനെ ചെയ്യാൻ. ഞാനും ചില ഉദ്ഘാടനത്തിനൊക്കെ പോണത് അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഡൽഹിയിലൊരു പാലം ഉദ്ഘാടനം, ഞാൻ പാർട്ടി പറയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഉദ്ഘാടനമായിരുന്നു. ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടുത്തെ മുഖ്യമന്ത്രി, ഞാൻ പാർട്ടിയെയോ വ്യക്തിയെയോ പറഞ്ഞില്ല, അവിടുത്തെ മുഖ്യമന്ത്രി കെജ്രിവാളാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആ പാർട്ടിക്കാരനുമല്ല, ആ പാർട്ടീൻ്റെ അനുഭവിയല്ല, അതൊന്നുമെല്ലാം പറഞ്ഞു കേട്ടോ. പക്ഷേ ആ ഉദ്ഘാടനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വരികയാണ്. ഭയങ്കര രസമായിരുന്നത്. മൂപ്പരും കണ്ട് വന്നിട്ട് കണ്ട് ഇറങ്ങി, എന്നിട്ട് കത്രിയും കൊണ്ട് ഇതും കൊണ്ടൊക്കെ നാടയും കൊണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ കാത്തിക്കുകയാണ്. മൂപ്പര് വന്നിട്ടൊന്നാണ് നെക്കിയിട്ടാണ് പോയാൽ മതി. പക്ഷേ മൂപ്പരിങ്ങനെ നോക്കി. ഞാനൊരു വ്യക്തിയെ പറയല്ല, രാഷ്ട്രീയം പറയല്ല, പക്ഷെ ഉദ്ഘാടനത്തെ പറ്റി പറയാൻ. എന്നിട്ട് പണിക്കാരൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കണം. ആ പാലം പണിക്ക് വേണ്ടി വാർപ്പിന് ഇതിനൊക്കെ നിന്നേ ആ പണിക്കാരെ മൊത്തത്തിലുണ്ട് വിളിച്ച്. അതിൽ പല ആൾക്കാരും കൊഞ്ഞാട്ട കുപ്പായ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അവരെല്ലാവരും കൂടി മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കല്ലേ, അടുത്ത് കണ്ട് വന്ന് അവരോട് ചോദിച്ചു, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതലായി ഈ പാലത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ളത്? ഉടനെ തന്നെ
ആരൊക്കെ പറഞ്ഞത് ഇയാളാണ്. ഒരു വയസ്സായ ഒരാളെ കാണിച്ചു കൊടുക്കുക, അതിലെ മൂപ്പനാണ്. അയാളെ കണ്ട് വിളിച്ച് കത്തിരി മൂപ്പരെ കയ്യിലാണ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. ഞാനിത് പ്രമുഖരായ രാഷ്ട്രീയ നേതൃത്വം, സ്റ്റേറ്റ് ലീഡേഴ്സുള്ള സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉദ്ഘാടനം അങ്ങനെയും ചെയ്യാം. അതിലിപ്പോൾ മുഖ്യമന്ത്രി ഉയരാണോ ചെയ്തത്, താഴെയാണോ ചെയ്തത്? നിങ്ങളെ മനസ്സിൽ പോലും ഇപ്പോൾ ആ മനുഷ്യനോടൊരു ഇഷ്ടം തോന്നിയില്ലേ? അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ കൊണ്ട് വൈകാരികമായ ഉദ്ഘാടനങ്ങൾ നടക്കട്ടെ. ഈ ഒരു ഇതിലേക്ക് ചിലപ്പോൾ അമ്മ ഇവിടെ ഇരുന്നോളി, ഞങ്ങൾ കുടുംബസംഗമത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചില കുടുംബസംഗമത്തിലൊക്കെ ബാൽക്കണിയിൽ കട്ടിലിട്ടിട്ട് തള്ളാർ കിടക്കുന്നുണ്ടാവും. ഏറ്റിക്കൊടുന്നതാണ് പേരക്കുട്ടികൾ. നേരത്തിന് ചോറുണ്ടേ കൊടുക്കും, നേരത്തിന് കാര്യങ്ങൾ കൊണ്ടേ കൊടുക്കും. നമ്മൾ ചിലപ്പോൾ നമ്മളെ വെല്ലിമ്മാനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിന്ന് ഇവിടെ ഇരുന്നോളി, നിങ്ങൾക്ക് വരാനൊന്നും പറ്റൂല, ഞങ്ങൾ കുടുംബസംഗമം കഴിഞ്ഞിട്ട് വരാൻ. ഇത് കല്യാണമല്ല, ഇത് വിരുന്നല്ല, അതിനൊക്കെ നിങ്ങൾ അങ്ങനെ പോയിക്കോ. പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുമ്പോൾ ആ പാവം വെല്ലിമ്മാൻ്റെ കൈ പിടിച്ചിട്ട് വെല്ലിമ്മ നിങ്ങളും വന്നിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. അതായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മമാരോടുള്ള ബന്ധം, നമ്മുടെ ഉമ്മാമ്മമാരോടുള്ള ബന്ധം. ആ ബന്ധമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ബന്ധമാണ്. പുതിയ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെല്ലിമ്മ അകത്ത് കിടക്കുകയായിരിക്കും. തറവാട്ട് പെരയിൽ കുറേ കയറിപ്പോണ്ടിരും. ഞാൻ അങ്ങനത്തെ മിനിഞ്ഞാന്നൊന്നിന് സാക്ഷ്യം വഹിച്ചു. എൻ്റെ മുത്തച്ഛൻ്റെ മോളുടെ കല്യാണത്തിന് മാറ്റിക്കഴിഞ്ഞിട്ട് മോളും കരയാണ്, എനിക്ക് വെല്ലിമ്മാനെ കാണണം. വെല്ലിമ്മാനോട് പറഞ്ഞു പോന്നിട്ടുണ്ട്, പക്ഷേ ഇറങ്ങുമ്പോൾ വെല്ലിമ്മാനൊന്ന് കാണണം. ഇതായിരിക്കണം പേരക്കുട്ടികളുടെ ഏറ്റവും വലിയ ചിന്ത. എനിക്ക് വെല്ലിമ്മാനെ കാണാതെ പുതിയ ഇറങ്ങാൻ പറ്റില്ല. അന്ന് രാവിലെ യാത്ര പറഞ്ഞ് പോന്നിട്ടുള്ളൂ, പക്ഷേ ഒരുങ്ങി പൊടിച്ചിട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും പറയാൻ. കാരണം മാറ്റി നിന്ന് ഡ്രസ്സോടുകൂടി വെല്ലിമ്മയുടെ അരികിൽ നിന്ന് എത്തണം നമ്മൾക്കൊരു മോഹമാണ്. ഞാൻ ഈ കഥ പറയുന്നത് എന്തെങ്കിലും കഥകളല്ല. നമ്മുടെ കുടുംബത്തിൽ ഉമ്മമാരോടുള്ള, വെല്ലിമ്മമാരോടുള്ള, വെല്ലിപ്പമാരോടുള്ള ബന്ധം ഇങ്ങനെയായിരിക്കണം എന്നതാണ്. അതിനെന്താ വേണ്ടതെന്നറിയോ? കൃത്യമായ ദീനീബോധം നമുക്കുണ്ടാകണം. ദീനീപരമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം. ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി, എനിക്കൊരു അല്ലാഹു ഉണ്ട് എന്ന് ആ അല്ലാഹു നമുക്ക് 200 മില്യൺ സെല്ലുകൾ തലച്ചോറിന് തന്നിട്ടുണ്ട്. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ആ 200 മില്യൺ സെൽസിനെ മുഴുവൻ ഇപ്പോഴും നടപ്പിലാക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഒരു കിഡ്നിയിൽ 10 ലക്ഷം അരിപ്പകളെ തന്നിട്ടുണ്ട്. ആ അരിപ്പകളെ ഇന്നും നടപ്പിലാക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം അടിക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് 10 ലക്ഷം അരിപ്പയിലൂടെ ഇത് അരിപ്പിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അവരിലേക്ക് അടുക്കാൻ നിങ്ങൾ എല്ലാവരും അടുത്തവരാണ്. കൂടുതൽ അടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെയോ നമുക്ക് റോൾ മോഡലായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. നമ്മുടെ മക്കൾക്കത് തോന്നണം. നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന സമയം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട ഓരോ ആളുകളും ചിന്തിക്കും, നമ്മുടെ വീട്ടിൽ അങ്ങനെയുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ടതല്ലേ? ചിലപ്പോൾ യൂട്യൂബിലോ മറ്റോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയോ ഒരുത്തുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നൊരു കഥാപാത്രമാണ്. വെസ്റ്റേൺ കൺട്രിയിൽ ഒരു ടീച്ചർ ഓരോ കുട്ടികളോടും ചോദിക്കുകയാണ്, മോനെ നിനക്കാരാകണം. ഓരോ കുട്ടിയോടും ഈ ക്രിസ്ത്യൻ ടീച്ചർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാവം പറയാണ്, മാം ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, മാം ഐ വാണ്ട് ടു ബിക്കം ആൻ എഞ്ചിനീയർ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കുട്ടി പറഞ്ഞത് ഐ വാണ്ട് ടു ബിക്കം എ സഹാബി എന്നാണ്, എനിക്കൊരു സഹാബിയാകണം. അപ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കൊണ്ടുപോകുന്നത് ഈ മനോഹരമായൊരു കാഴ്ചപ്പാടിലൂടെ. വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും, വ്യത്യസ്ത മതത്തിൻ്റെ സംഘടനക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും. ഇതൊന്നും കുടുംബത്തിലേക്ക് കൊണ്ടുവരല്ലേ. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തല്ലല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ അങ്ങനെ തന്നെ പോയിക്കോ. ആ രാഷ്ട്രീയക്കാർ ഇങ്ങോട്ടോ, ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടോ ഒന്നും ആകണ്ട. പക്ഷേ കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടെന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. വ്യത്യസ്തമായ മതസംഘടനക്കാരുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പ്രബോധിതമായ മനസ്സിന് വേണ്ടി ഒന്നിച്ചു നിൽക്കൽ അനിവാര്യമാണ്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോടും അതേപോലെ തന്നെ യുവാക്കളോടും ഒരു വാക്ക്. നിങ്ങൾ ഈ കുടുംബത്തിലെ ഏറ്റവും ഉദാത്തമായ വ്യക്തിത്വങ്ങളാണ്. നിങ്ങൾ ചിറകാണ്, ഈ സമൂഹത്തെ എടുത്തു പറക്കേണ്ടുന്ന ചിറക്. ആ ചിറകിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരു ഹായ് മെസ്സേജ് വിടുമ്പോഴേക്ക് അതിൽ കുടുങ്ങല്ലേ നിങ്ങൾ. കാരണം ഹായ് മെസ്സേജിൽ വീടുന്നവർ ഒരിക്കലും ഇമോഷണൽ സ്റ്റാറ്റസ് ഇല്ലാത്തവരാണ്. നമുക്ക് നമ്മുടെ ഒരു ജീവിതമുണ്ട്, ജീവിതത്തിനൊരു ദൗത്യമുണ്ട്. അത് ആരുടെയെങ്കിലും കൊഴിഞ്ഞാട്ടത്തിൽ കുടുങ്ങുന്നതല്ല എൻ്റെ ലൈഫ് എന്ന് ഓരോ ആളുകളും തീരുമാനിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഏറ്റവും യശസ്സോടുകൂടി ഉയർത്തെഴുന്നേൽക്ക്. എന്നിട്ടതായി കാരണവന്മാർക്ക് ഉഗ്രമായ പ്രതാപം തിരിച്ചു കൊടുക്കുക.
കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ കുടുംബത്തിൽ എത്രയോ പാപങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പാപങ്ങളുണ്ട്. ചിലപ്പോൾ ഈ സദസ്സിലും ഉണ്ടാകാം വീട് ഇതുവരെ കയറ്റിയിട്ടില്ലാത്ത ഒരു പാവം പുല്ലാട്ടുകാരൻ. എന്ന് വെച്ചാൽ അവിടെ ഈ കാണുന്ന പുല്ലാട്ട് കുടുംബത്തിലെ മനോഹരമായ ഈ കുടുംബത്തിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകും, ഒരു ചെറുപ്പക്കാരി. ഇതുവരെ അവനക്ക് വീടായിട്ടുണ്ടാവില്ല, വാപ്പുണ്ടാവില്ല, ചിലപ്പോ ഉമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വിധവയെ ആലോചിച്ചോ, ഒരു വിധവയുണ്ടാകും ഈ കൂട്ടത്തിൽ. ഭർത്താവ് മരിച്ചു പോയവൾ, അവളെ ഒന്ന് വിളിക്കണം. നിങ്ങൾ 1000 2000 ഒക്കെ എടുത്ത്, കഴിവുള്ളവർ 5000 10000 ഒക്കെ എടുത്ത പദ്ധതിയൊക്കെ നിങ്ങൾക്കുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ്. എന്നാൽ അതൊക്കെ എടുത്തിട്ട് ആ പാവത്തിനൊരു വീട് വെച്ച് കൊടുക്ക്. അടുത്ത പ്രാവശ്യത്തെ പുല്ലാട്ട് കുടുംബ സംഗമം കൂടുമ്പോ അവിടെ വെച്ചിട്ട് അതിൻ്റെ ചാവി കൈമാറ്റം ചെയ്യപ്പെടലാകണം നമ്മുടെ ദൗത്യം. ഒരു വീടിൻ്റെതല്ല, ഒരുപാട് വീടിൻ്റെ. ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി പോകുമ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ടൊരു പാവം സ്ത്രീ ഉണ്ടാകും, എൻ്റെ കുടുംബക്കാർ എനിക്ക് വെച്ച് തന്ന ഭവനമെന്ന്. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളുണ്ടാകും, ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ കുടുംബക്കാരെന്ന്. അങ്ങനെ കുടുംബത്തിലെ ഏറ്റവും വലിയ അത്താണിയായി മാറാൻ നിങ്ങൾക്ക് പറ്റണം. ഇതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഇന്നില്ലെങ്കിലും നാളെ കിഡ്നി രോഗമായി ബന്ധപ്പെട്ടിട്ട് കഴിയുന്ന ആളുകളുണ്ടാകും. ഡയാലിസിസിന് പോകാൻ 1000 2000 കയ്യിലില്ലാതെ വിതുമ്പുന്ന ആളുകൾ, അവരെ സഹായിക്കേണ്ടുന്ന ദൗത്യം നമുക്കാണ്. അങ്ങനെ സഹായഹസ്തം നീട്ട്, ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ നടത്തു. അങ്ങനെ ഈ കുടുംബ സംഗമത്തിൽ പുല്ലാട്ടിൽ കുടുംബത്തിന് മനോഹരമായി കുടുംബത്തെ കൂടി കൊണ്ടുപോകാൻ സാധ്യമാകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് ഈ പുല്ലാട്ടിൽ കുടുംബത്തിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഞാൻ അങ്ങനെ എഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് മുതൽ ഒരു മരുമകളും കരയരുത്. മരുമകളെ നീ ആലോചിക്കണം, ഇതെന്റെ ഉമ്മയാണ് എന്ന്. അമ്മായിമ്മയെ, പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, മരുമക്കളെ കരയിക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ ഒരിക്കലും ഭിന്നിക്കല്ലേ. ഏറ്റവും ഐക്യത്തോടെ മുന്നോട്ട് പോ. ഇനി പുല്ലാട്ട് കുടുംബം എന്ന് പറയുമ്പോ വെറും ഒരു പുല്ലാട്ടാകരുത്, പകരം യശസ്സോടെ ഉയർന്നു പോകുന്ന സ്നേഹത്തിന്റെ ആപ്തവാക്യമാണ് ഇനി മുതൽ പുല്ലാട്ട് കുടുംബവും അതോടനുബന്ധമായി നിൽക്കുന്ന നമ്മുടെ പെൺമക്കളുടെയും ആൺമക്കളുടെയും കുടുംബമെന്ന് ഉഗ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 4 ഭാഗത്തേക്കൊന്ന് കൈകൊടുക്കും. നിങ്ങൾ എല്ലാ ആളുകൾക്കും ഒന്ന് കൈകൊടുത്താട്ടെ. അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, അപ്പുറത്ത് അമ്മായിമ്മണ്ടാവും, ഇപ്പുറത്ത് എല്ലാവരും 4 ഭാഗത്തേക്കും കൈയെടുത്തോ. ആർക്കൊന്നും തോന്നരുതേ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മുതൽ പുല്ലാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സ്നേഹം അതെന്തായാലും ഉണ്ടായിട്ടുണ്ട്, അതിനേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്കാകാൻ പോവാണ്. ഇന്ന് മുതൽ നമ്മുടെ കാരണവന്മാരെ ഇവിടെ വെച്ചിട്ട് വെറും ഒരു ഷാളണിഞ്ഞുകൊണ്ട് ആദരിക്കല്ല, വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെ ആദരവോടെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ പുല്ലാട്ടിൽ കുടുംബം മനോഹരമായി സ്നേഹോഷ്മളമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, പുല്ലാട്ട് വളപ്പിൽ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ജാബിർ വക്കീലിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അതേപോലെ അതിൻ്റെ എല്ലാ സംഘാടകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന മെഷീൻ ഏറ്റുവാങ്ങാൻ വേണ്ടി അതിൻ്റെ പാലിയേറ്റീവ് സെന്ററിന്റെ പ്രതിനിധികളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഹമീദിനും അതേപോലെ തന്നെ കുഞ്ഞുട്ടിക്ക പോലെയുള്ള ആളുകൾക്കൊക്കെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുല്ലാട്ട് വളപ്പിൽ ഇനിയും വിദ്യാഭ്യാസപരമായി സ്നേഹോഷ്മളമായി കുടുംബത്തിന്റെ പാരസ്പര്യമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 04942429 699.